Hello, yes. So welcome to CMA program. In this class, we are discussing all about the CMA. Okay, so CMA syllabus എങ്ങനെയാണ്, എത്ര എക്സാംസ് ഉണ്ട്, എങ്ങനെ എക്സാംസ് പാസ്സാവാം, ആർക്കൊക്കെ എക്സാംസ് എഴുതാൻ പറ്റും, അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് എങ്ങനെയായിരിക്കും, സിലബസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ നമുക്ക് പാസ്സായാൽ എന്തെല്ലാം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്, നമുക്ക് ഏതെല്ലാം സെക്ടറിലാണ് വർക്ക് ചെയ്യാൻ പറ്റുക. സോ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? സോ ഈ ഒരു ക്ലാസ്സസ് നമ്മൾ ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, പല സ്റ്റുഡൻസും ക്ലാസ്സസ് ജോയിൻ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നെയാണ് പലപ്പോഴും എക്സാംസിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുന്നത്. ക്ലിയർ? അല്ലെങ്കിൽ എക്സാംസ് പാസ്സായതിനെ കുറിച്ചാണ് പല കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നത്. സോ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവരുത്. കാരണം ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിരിക്കണം ആ കോഴ്സിനെ കുറിച്ച് A to Z കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. എന്നാലാണ് കോഴ്സ് നമ്മൾ എങ്ങനെ പഠിക്കണം, അതുപോലെ തന്നെ ഏത് രീതിയിൽ നമ്മൾ പഠിക്കണം, അതുപോലെ തന്നെ ഏത് ബുക്സ് നമ്മൾ ഫോളോ ചെയ്യണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കിയിട്ടാണ് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അല്ലാതെ കോഴ്സ് എടുത്തിട്ടല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയേണ്ടത്. സോ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നത്, ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് ചെയ്തു തരുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഓരോരുത്തരെ കുറിച്ച് നമുക്ക് കമ്മിങ് ക്ലാസ്സസിലായിട്ട് പരിചയപ്പെടാം. എനിവേ, ഇറ്റ്സ് മീ CMA ഷഫീഖ്. ആൻഡ് നമ്മൾ 2018 മുതൽ CA, CMA, SCCA, CPA ഒക്കെ ക്ലാസ്സസ് എടുക്കുന്നതാണ്. അതുപോലെ തന്നെ CMA ക്വാളിഫൈഡ് ആണ്. നിങ്ങളെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും എനിക്ക് അറിയണം. നമുക്ക് കമ്മിങ് ക്ലാസ്സസിലായിട്ട് എന്തായാലും പരിചയപ്പെടണം. സോ എനിവേ, ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കിടക്കാം. നിങ്ങളത് അറിയാൻ ത്രില്ലഡ് ആണെന്ന് അറിയാം. കോഴ്സിനെ കുറിച്ച് A to Z കാര്യങ്ങൾ അറിഞ്ഞിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ചു തുടങ്ങേണ്ടത്. ഓക്കെ, സോ വെരി നല്ല അടിപൊളി കോഴ്സസ് ആണ്. സോ നമുക്ക് നല്ല രീതിയിൽ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ എനിവേ നമുക്കതിൽ ഡയറക്റ്റ് അതിലോട്ട് കിടക്കാം. സോ നെയിം ഓഫ് ദ കോഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. CMA USA എന്ന് പറയുന്ന കോഴ്സാണ്. CMAയുടെ ഫുൾ നെയിം അല്ലെങ്കിൽ ഫുൾ നെയിം എന്താണെന്ന് വെച്ചാൽ സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന കോഴ്സാണ്. ക്ലിയർ? സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. അപ്പോൾ നിങ്ങൾ CMA പാസ്സായാൽ നിങ്ങളൊരു മാനേജ്മെന്റ് സെക്ടറിലോട്ടായിരിക്കും നിങ്ങൾ പ്ലേസ്ഡ് ആവുക, ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് സെക്ടറിലോട്ട്. ക്ലിയർ? ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാ? ഓണേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ അടിയിൽ വരുന്നതാണ് മാനേജ്മെൻറ്റ്. ഒരു കമ്പനി റണ്ണ് ചെയ്യുന്ന, ഒരു കമ്പനിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ A to Z കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ആളുകളാണ് മാനേജേഴ്സ്. സോ ഓൺസ് ദ കോഴ്സ് നിങ്ങൾ പാസ്സായാൽ നിങ്ങൾ മാനേജ്മെൻറ്റ് സെക്ടറിലോട്ടായിരിക്കും പ്ലേസ്ഡ് ആവുക. ഫൈനാൻസ് മാനേജർ, HR മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, CFO, CEO, ഇങ്ങനത്തെ അക്കൗണ്ടിങ് മാനേജർ, ഇങ്ങനത്തെ ലെവൽ ഓഫ് പോസ്റ്റിലോട്ടായിരിക്കും നിങ്ങൾ പ്ലേസ്ഡ് ആവുക. സോ അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും പ്ലേസ്മെൻറ്റ്സിനെ കുറിച്ചും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓരോ ഘട്ടമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, സോ ഈ ക്ലാസ്സസ് നമ്മൾ റൺ ചെയ്യുന്നത് ഓൺലൈൻ ആയിട്ടാണ്. ക്ലിയർ? സോ ചില കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും, സാർ ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റുമോ? എന്നോട് തന്നെ പല കുട്ടികളും മെസ്സേജ് അയച്ചിട്ടും കോൾ ചെയ്തിട്ടൊക്കെ ചോദിക്കാറുണ്ട്, സാർ ഈ ഒരു കോഴ്സ് ഓൺലൈനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ പറയുന്നത് ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടാണ് നിങ്ങൾക്ക് ഓൺലൈനിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. നമുക്കാണെങ്കിലും ഓഫ്ലൈനേക്കാളും ഹയർ പാസിംഗ് റേറ്റ് ആണ് നമുക്ക് ഓൺലൈൻ ക്ലാസ്സിലുള്ളത്. കാരണം ഒന്നും കൊണ്ടല്ല, ഓൺലൈൻ ക്ലാസ്സസ് ആകുമ്പോൾ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് എത്ര ടൈംസ് വേണമെങ്കിലും കണ്ടിട്ട് കൺസെപ്റ്റ്സ് വളരെ നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സസിൻ്റെ ഡെയിലി നിങ്ങൾക്ക് ഒരു 2 hours അല്ലെങ്കിൽ 2.5 hours അല്ലെങ്കിൽ ഒരു 1 hour ഒക്കെ സ്പെൻഡ് ചെയ്ത് ഡെയിലി നിങ്ങൾ ചെറിയ എഫോർട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ വർക്കിനോടൊപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ക്ലാസ്സസ്, ഡിഗ്രി ക്ലാസ്സസിനോടൊപ്പം കോഴ്സസ് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു കോഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് പേഴ്സണലി ഞാൻ ശരിക്കും മനസ്സിലാക്കിയത് എപ്പോഴാന്ന് വെച്ചാൽ, കോവിഡ് വന്നപ്പോഴാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ് കൂടുതലായിട്ട് നമ്മൾ ചിന്തിച്ച് തുടങ്ങി. അതിന് മുന്നേ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു, ബട്ട് ഒന്നും കൂടി നമ്മൾ അടിപൊളിയായിട്ട് കോവിഡ് റൺ ചെയ്തപ്പോഴാണ് നമ്മൾ കോവിഡ് വന്നപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ കോവിഡ് വന്ന സമയത്ത് പല വർക്കിംഗ് പ്രൊഫഷണൽസും, അതായത് കമ്പനികളിൽ 5 കൊല്ലം 10 കൊല്ലം 15 കൊല്ലമൊക്കെ വർക്ക് ചെയ്യുന്ന 30, 35, 40 വയസ്സുള്ള ആളുകൾ, നമ്മുടെ ഫ്രണ്ട്സൊക്കെ പല കമ്പനീസിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. സോ അവരേക്ക് നമ്മുടെ നമ്പറൊക്കെ കിട്ടി നമ്മളെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഓൺലൈൻ ക്ലാസ്സസ് തരുമോ അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സസ് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ നമ്മുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് കറൻ്റ്ലി പാസ്സായി ഇപ്പോൾ നല്ല സെക്ടറിൽ നല്ല ഹൈ സാലറിയിൽ നല്ല ഹൈ പൊസിഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അവർ ഇതേപോലെ തന്നെ BCom അല്ലെങ്കിൽ MCom അല്ലെങ്കിൽ +2 ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 10 വർഷം മുന്നേ 15 വർഷം മുന്നേ കമ്പനികളിൽ ജോബിന് കയറിയതാണ്. സോ ഇനി അവർക്ക് കമ്പനിയിൽ ഒരു പ്രൊമോഷൻസിന് വേണ്ടിയിട്ടും സാലറി ഹൈക്കിന് വേണ്ടിയിട്ടൊക്കെ ഇതുപോലത്തെ പ്രൊഫഷണൽ കോഴ്സസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നു. സോ ആ ഒരു സമയത്ത് അവർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് CMA ക്ലാസ്സസ് ഒക്കെ കേട്ടിട്ട് പാസ്സായി ഒരുപാട് നമ്മുടെ കാൻഡിഡേറ്റ്സ് ഉണ്ട്. സോ അപ്പോൾ ഞാൻ പറയാൻ കാരണം,
അവർ ലൈവായിട്ട് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. സോ അവർ ഈ കോഴ്സിന് ഇമ്പോർട്ടൻസ് അല്ല നമ്മളൊന്നും പറഞ്ഞു കൊടുക്കാതെ തന്നെ അവർ മനസ്സിലാക്കി നമ്മൾ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് നമ്മുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് പാസ്സായിട്ടുണ്ട്. ക്ലിയർ? സോ അപ്പോൾ ഞാൻ പറയാൻ കാരണം നിങ്ങൾക്കും അവർക്ക് പാസ്സാവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പാസ്സാവാൻ പറ്റും, എനിക്ക് പാസ്സാവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പാസ്സാവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മറ്റുള്ള എല്ലാ സ്റ്റുഡൻസിനും പാസ്സാവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും പാസ്സാവാൻ പറ്റും. സോ അതിൽ യാതൊരു ഡൗട്ടും അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സസിൽ നമ്മൾ എന്തെല്ലാം ഡെലിവറി ചെയ്യുമോ, അതായത് നമ്മുടെ എക്സാംസ്, മോക്ക് എക്സാംസ്, റിവിഷൻസ്, ഡൗട്ട് ക്ലിയറൻസ്, ക്ലാസ്സസ്, ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ്, എല്ലാ കാര്യങ്ങളും അതിനേക്കാളും ഒന്നും കൂടി ബെറ്റർ ആയിട്ടാണ് നമ്മൾ ഓൺലൈനിൽ ഡെലിവറി ചെയ്യുക. കാരണം നമുക്ക് ഓൺലൈനിൽ വേൾഡ് വൈഡ് ഓഡിയൻസ് ഉള്ളതാണ്. സോ അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ക്ലാസ്സസ് ഡെലിവർ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ മക്കളെ, നിങ്ങൾ യാതൊരു ഡൗട്ടും അടിക്കേണ്ട. ഓഫ്ലൈൻ ക്ലാസ്സിനേക്കാളും അടിപൊളിയായിരിക്കും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ്. ക്വസ്റ്റ്യൻസ് ആണെങ്കിലും പ്രാക്ടീസ് ആണെങ്കിലും എല്ലാം ഓഫ്ലൈൻ ക്ലാസ്സിനേക്കാളും ഒന്നും കൂടിയും ഒരു ഹയർ ലെവലായിട്ടാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സസിൽ കൊടുക്കുക. സോ യാതൊരു ഡൗട്ടും അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വെരി കോൺഫിഡൻസിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യും. സോ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, സോ എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഒരു CMA എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും. ക്ലിയർ? എന്നാലും ഞാൻ ജസ്റ്റ് ഒരു സെൻറ്റൻസ് കൊടുത്തതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വായിച്ച് നോക്കാം, അല്ലെങ്കിൽ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. CMA എന്ന് പറഞ്ഞാൽ സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഒരു മാനേജ്മെൻറ്റ് ടൈപ്പ് ഓഫ് കോഴ്സ് ആണ്. ഇറ്റ്സ് ആൻ ഇൻ്റർനാഷണൽ കോഴ്സ്. ഓക്കെ, സോ CMA USA എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ കോഴ്സ് ആണ്. ഇറ്റ്സ് നോട്ട് ആൻ ഇന്ത്യൻ ബേസ്ഡ് കോഴ്സ്. ക്ലിയർ? ഇറ്റ്സ് ആൻ ഇൻ്റർനാഷണൽ കോഴ്സ്. ഇൻ്റർനാഷണൽ കോഴ്സിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, വൺസ് നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വേൾഡ് വൈഡ് ആയിരിക്കും. ക്ലിയർ? വേൾഡ് വൈഡ് ഇതിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് UAE വേണമെങ്കിൽ UAE വർക്ക് ചെയ്യാം, മിഡിൽ ഈസ്റ്റിൽ വേണമെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യാം, ഖത്തറിൽ വേണമെങ്കിൽ ഖത്തറിൽ വർക്ക് ചെയ്യാം. ക്ലിയർ? അതുപോലെ തന്നെ കാനഡ, എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. ഇതേപോലെ നിങ്ങളിപ്പോൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ ക്ലാസ് വേൾഡിൽ നിന്ന് ഒരുവിധം ഖത്തറിൽ നിന്നും സൗദിയിൽ നിന്നും ഒമാനിൽ നിന്നും മീൻസ് UAE നിന്നൊക്കെ ഒരുപാട് ആളുകൾ നമ്മുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വൺസ് ദി കോഴ്സ് പാസ്സായാൽ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വേൾഡ് വൈഡ് ആണ്. നിങ്ങളെപ്പോലെ തന്നെ പല രാജ്യങ്ങളിലത്തെ ആളുകളും ഈ ക്ലാസ്സസ് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെയും ഒരുപാട് ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു കോഴ്സ് കേരളത്തിൽ മാത്രം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കോഴ്സ് അല്ല. വേൾഡ് വൈഡ് ഇതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസും ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്ററും അതുപോലെ തന്നെ സ്റ്റുഡൻസും ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു വൈഡ് ആയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാമെന്നുള്ളതാണ്. സോ നിങ്ങളുടെ എല്ലാ രീതിയിലും നിങ്ങളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് നിങ്ങളുടെ എക്സാമിനേഷൻ്റെ കാര്യങ്ങൾക്കാവട്ടെ, സ്റ്റഡി പർപ്പസിനാവട്ടെ, അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലേസ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലാവട്ടെ, മറ്റുള്ള ഫ്യൂച്ചർ ഫർദർ കരിയറിലാവട്ടെ, നമുക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ നിങ്ങൾ ഒരു കാര്യം എനിക്ക് ഉറപ്പ് തരേണ്ടത്, നിങ്ങൾ ഇതുവരെ എന്ത് പഠിച്ചു, അല്ലെങ്കിൽ ലാസ്റ്റിൽ നിങ്ങൾ എന്താണ് കംപ്ലീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്കൽ സ്കില്ലുണ്ടോ, അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്കില്ലുണ്ടോ, ഒന്നൊന്നും ഇവിടെ എനിക്ക് മാറ്ററേ അല്ല. ബട്ട് ഇതിപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. സോ ഇന്ന് മുതൽ ഞാൻ പറയുന്ന പോലെ തന്നെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകണം. ക്ലിയർ? എന്ന് വെച്ചാൽ 24 hours ബുക്കിൽ ഇരിക്കണം സാർ, 24 hours ഒന്നും പഠിക്കണ്ട. നമ്മൾ ഡെയിലി നിങ്ങൾക്ക് ക്ലാസ്സസ് തരും, അതുപോലെ തന്നെ ഡെയിലി കുറച്ച് ടാസ്ക് അല്ലെങ്കിൽ വർക്ക്സ് നിങ്ങൾക്ക് തരും. അത് കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രം മതി നിങ്ങൾ എക്സാമിനേഷൻ പാസ്സാവാൻ. ക്ലിയർ? അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ചെയ്യാനുണ്ടാവുള്ളൂ, ചില ദിവസം ഒരു 1 hour വർക്ക് ഉണ്ടാവും, ചില ദിവസം ഒരു 2 hours വർക്ക് ഉണ്ടാവും, ഡിപ്പെൻഡ്സ്. ഓക്കെ, സോ നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട്, വളരെ ഹെക്റ്റിക് ആയിട്ട്, വളരെ നല്ല IAS അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാംസിനൊക്കെ പഠിക്കുന്ന പോലെ 24 hours ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റിലാക്സ്ഡ് ആയിട്ട് തന്നെ നമുക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, ക്ലിയർ, ഒരു ഡെയിലി കുറച്ച് എഫോർട്ട് ഇട്ട് മുന്നോട്ട് പോയിട്ട് നമുക്ക് ഈ കോഴ്സ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാം. സോ എൻ്റെ ഇൻറ്റൻഷൻ നിങ്ങളെ പാസ്സാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ സ്റ്റുഡൻസ് പാസ്സായി പോകണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ക്ലിയർ? അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻറ്റൻഷനും എന്താണ്, എക്സാമിനേഷൻ പാസ്സാവണം എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ഇൻറ്റൻഷനും എൻ്റെ ഇൻറ്റൻഷനും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻറ്റൻഷനും എല്ലാം എന്താണ്, സെയിം ആണ്. സോ നമ്മളൊരു ടീം വർക്കായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം നിങ്ങളാവട്ടെ ഞാനാവട്ടെ ഒക്കെ ഈ ടീമിലെ പ്ലേയേഴ്സ് ആണ്. സോ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ് ഉള്ളത്. സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. ഞാൻ എൻ്റെ മാക്സിമം എഫോർട്ട് ഇട്ടിട്ട് ക്ലിയർ ചെയ്ത് തരും. സോ നമ്മളെല്ലാവരും ഒരു ടീം പ്ലേയേഴ്സ് ആണ്. സോ നമുക്ക് വിത്തിൻ 1 year കൊണ്ട് തന്നെ ഈ കോഴ്സ് പാസ്സാവണം. ക്ലിയർ? കുറേ വർഷം എടുത്തിട്ട് കുട്ടികൾ പാസ്സാവുന്നതുണ്ട്, അതൊന്നും വേണ്ട. നമുക്കൊരു ലെസ് ദാൻ 1 year മതി. ക്ലിയർ? ഞാനിപ്പോൾ പാസ്സായിട്ടുള്ള 8 months കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് 8 മാസം കൊണ്ടും 9 മാസം കൊണ്ടും 10 മാസം കൊണ്ടും അല്ലെങ്കിൽ ഒരു 1 year കൊണ്ടൊക്കെ പാസ്സായി പോകുന്ന സ്റ്റുഡൻസ് ആണ് ഏറെക്കുറയുള്ളതും. സോ നിങ്ങൾക്കും ഇതെന്ത് ചെയ്യാൻ പറ്റണം, 1 year കൊണ്ട് തന്നെ പാസ്സാവാൻ പറ്റണം. ക്ലിയർ? സോ പല കുട്ടികളും പാസ്സാവുന്നുണ്ട്, 1 വർഷം 1.5 വർഷം 2 വർഷമൊക്കെ എടുത്ത് പാസ്സാവുന്ന കുട്ടികളുണ്ട്. സോ അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് നമ്മുടെ സ്റ്റുഡൻസ്, പ്രീവിയസ് ബാച്ചിലെ സ്റ്റുഡൻസ് ഒക്കെ പാസ്സായ പോലെ തന്നെ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റണം, വിത്തിൻ 1 year ഡ്യൂറേഷനിൽ വളരെ കളർഫുൾ ആയിട്ട് ഹൈ മാർക്കോട് കൂടിയിട്ട് പാസ്സായി പോകാൻ പറ്റണം.
ക്ലിയർ. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒക്കെ കട്ട് ഓഫ് മാർക്കിനേക്കാളും ഹയർ മാർക്കിലാണ് നമ്മുടെ പ്രീവിയസ് ബാച്ചിലെ സ്റ്റുഡൻസ് ഒക്കെ പാസ്സായി പോയിട്ടുള്ളത്. സോ നല്ല അടിപൊളി മാർക്കോട് കൂടിയിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ട് പാസ്സായി പോകാൻ പറ്റണം. അതിനാണ് നിങ്ങൾ ഇവിടെ ക്ലാസ്സസ് ഇരിക്കുന്നതും ഞാനിവിടെ ക്ലാസ്സസ് എടുക്കുന്നതും. സോ നമുക്ക് എനിവേ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് നമ്മൾ ഓരോ കാര്യങ്ങൾ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്ത് തരാം. എക്സാംസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇതിന് മീൻസ് സിലബസ് എങ്ങനെയാണ്, നമ്മുടെ മോഡ് ഓഫ് ക്ലാസ്, നമ്മുടെ എങ്ങനെയാണ് ക്ലാസ്സസ് റൺ ചെയ്യുക, അങ്ങനെ ഓരോ കാര്യങ്ങൾ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് നോക്കിക്കേ, ഇതിന് എക്സാമിനേഷൻ സ്ട്രക്ചർ, എക്സാംസിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ. എക്സാംസ് എങ്ങനെയെന്നുള്ളതാണ്. നോക്കിക്കേ, എക്സാംസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു 2 എക്സാംസ് ആണുള്ളത്. ക്ലിയർ. നിങ്ങൾ CMA കംപ്ലീറ്റഡ് ആയി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ CMA കംപ്ലീറ്റഡ് ആയി അല്ലെങ്കിൽ CMA ക്വാളിഫൈഡ് ആയി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 എക്സാംസ് ആണ് ക്ലിയർ ചെയ്യേണ്ടത്. നെയ്മിലി പാർട്ട് 1 എക്സാംസും പാർട്ട് 2 എക്സാംസും. ക്ലിയർ. ഈ 2 എക്സാംസ് പാസ്സായാൽ നിങ്ങൾ CMA കംപ്ലീറ്റഡ് ആയി. പാർട്ട് 1 എക്സാംസും പാർട്ട് 2 എക്സാംസും, ഇങ്ങനെ 2 എക്സാംസ് പാസ്സായാൽ നിങ്ങൾ CMA കംപ്ലീറ്റഡ് ആയി. ക്ലിയർ. നമ്മൾ മറ്റുള്ള എക്സാംസിന് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ ചിന്തിച്ച് നോക്കുമ്പോൾ 10 എക്സാംസും 15 എക്സാംസും അല്ലെങ്കിൽ 30 എക്സാംസ്, നിങ്ങളുടെ BCom MComനൊക്കെ എത്ര എക്സാംസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ ഒരുപാട് എക്സാംസ് ഉണ്ട്. അതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ സിമ്പിളാണ്. കാരണം 2 എക്സാംസേ ഉള്ളൂ. സോ പാർട്ട് 1 എക്സാംസും പാർട്ട് 2 എക്സാംസും, ഈ 2 എക്സാംസ് ക്ലിയർ ചെയ്താൽ നിങ്ങൾ CMA ക്വാളിഫൈഡ് ആയി. ക്ലിയർ. ബട്ട് നിങ്ങൾ അത്ര സിമ്പിളായിട്ട് കാണല്ലേ. പാർട്ട് 1ൻ്റെ അണ്ടറിൽ 6 ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ട്, 6 സബ്ജക്ട്സ് പഠിക്കാനുണ്ട്. പാർട്ട് 2ൻ്റെ അണ്ടറിലും 6 അല്ലെങ്കിൽ 6 ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ എക്സാംസ് ആ 6 ടോപ്പിക്സിനും ഒന്നിച്ച് പാർട്ട് 1 എക്സാംസും പാർട്ട് 2 എക്സാമും, അങ്ങനെ 2 എക്സാംസേ നമ്മൾ എഴുതേണ്ടതുള്ളൂ. പക്ഷേ കാര്യങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ട്. എന്തെല്ലാമാണ് പഠിക്കാനുള്ളത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ത്രില്ലഡ് ആണെന്ന് എനിക്കറിയാം. സോ അതിലോട്ടൊക്കെ കടക്കാം. ക്ലിയർ. സോ ഇനി അടുത്തൊരു ഡൗട്ട്, സർ ഇതിൽ ഏത് എക്സാമാണ് ഫസ്റ്റ് എക്സാം എഴുതേണ്ടത്? ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് എഴുതാം. പാർട്ട് 1 ഫസ്റ്റ് എഴുതുന്നവരുണ്ട്, പാർട്ട് 2 എഴുതുന്നവരുണ്ട്. സോ ഇതിനങ്ങനെ പാർട്ട് 1 എഴുതി കഴിഞ്ഞിട്ടേ പാർട്ട് 2 എഴുതാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഏത് എക്സാംസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഫസ്റ്റ് എഴുതാം. പാർട്ട് 2 എഴുതുന്നവരുണ്ട്, പാർട്ട് 1 ഫസ്റ്റ് എഴുതുന്നവരുണ്ട്, ഏത് വേണമെങ്കിലും ഫസ്റ്റ് എക്സാം എഴുതാം. ക്ലിയർ. ഇനി അടുത്തൊരു കാര്യം, സാർ എവിടെ നിന്നാണ് എക്സാംസ് എഴുതാൻ പറ്റുക? CMA അല്ലേ, സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് അല്ലെ, USA എന്നൊക്കെ പറയുമ്പോൾ അമേരിക്കൻ ബേസ്ഡൊക്കെയാണ്. ഓക്കെ, യെസ്. എനിവേ എവിടെ നിന്നാണ് എക്സാംസ് എഴുതാൻ പറ്റുക? ഞാൻ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ്സ് എ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ഇൻ്റർനാഷണൽ കോഴ്സ്. സോ വൺസ് നിങ്ങൾക്ക് അല്ലേ, അപ്പോൾ അതിൻ്റെ എക്സാംസ് നിങ്ങൾക്ക് വേൾഡ് വൈഡ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ കാലിക്കറ്റ് എക്സാം സെൻറ്റർ ഉണ്ട്, ട്രിവാൻഡ്രത്ത് ഉണ്ട്. ഇനി കേരളത്തിന് പുറത്താണെങ്കിൽ ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, മുംബൈ, അത് എല്ലാ മെട്രോ സിറ്റികളും വരെ ഒരുവിധ എല്ലാ സിറ്റികളിലും എക്സാമിനേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും എക്സാമിനേഷൻ ദുബായിലുണ്ട്, ഖത്തറിൽ, സൗദിയിൽ, അതുപോലെ തന്നെ ഒമാനിൽ, അത് എല്ലാ രാജ്യങ്ങളും, കാനഡ ഒക്കെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. സോ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എക്സാംസ് എഴുതാം. എക്സാം ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. നമ്മൾ പേപ്പർ ആൻഡ് പെന്നിൽ എഴുതുന്ന, പെൻ ആൻഡ് പേപ്പറിൽ എഴുതുന്ന പണ്ടത്തെ സിസ്റ്റം അല്ല. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് എക്സാമിനേഷൻ എഴുതാൻ പറ്റില്ല. എക്സാമിനേഷൻ സെൻറ്ററിൽ പോയിട്ട് സിസ്റ്റത്തിൽ കമ്പ്യൂട്ടറും സിസ്റ്റംസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്ത് തരും. അവർ എക്സാമിനേഷൻ സെൻറ്ററിൽ അവർ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഉണ്ടാകും. അവിടെ പോയിട്ട് നമ്മൾ എഴുതുന്ന ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. ക്ലിയർ. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്, ഓൺലൈൻ എക്സാമിനേഷൻ ആണ്, അതും സെൻറ്റർ ബേസ്ഡ് ആണ്. സെൻറ്റർ എക്സാമിനേഷൻ സെൻറ്ററിൽ പോയിട്ട് എഴുതണം. നമ്മൾ വീട്ടിൽ നിന്ന് നമുക്ക് എക്സാമിനേഷൻ എഴുതാൻ പറ്റത്തില്ല. ക്ലിയർ. അപ്പോൾ എവിടെ നിന്ന് എഴുതിയാലും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരേപോലെ തന്നെയാണ്. അതായത് നിങ്ങൾ കാലിക്കറ്റിൽ നിന്ന് എഴുതിയാലും, ട്രിവാൻഡ്രത്ത് നിന്ന് എഴുതിയാലും, ചെന്നൈയിൽ നിന്ന് എഴുതിയാലും, ദുബായിൽ നിന്ന് എഴുതിയാലും, ഖത്തറിൽ നിന്ന് എഴുതിയാലും ഒക്കെ എക്സാമിനേഷൻ്റെ മാർക്കും സ്ട്രക്ചറും ടൈമും സിലബസും എല്ലാ കാര്യങ്ങളും ഒരേപോലെയാണ്, യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ആയില്ലേ? യെസ്. ഇനി അടുത്ത കാര്യം എന്താണെന്നറിയോ? ഇതിൽ പല കാറ്റഗറീസ് ഓഫ് സ്റ്റുഡൻസ് നമുക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. ക്ലിയർ. നമുക്ക് +2 ജസ്റ്റ് കഴിഞ്ഞ കുട്ടികൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. +2 സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസ് ഒക്കെ കഴിഞ്ഞ് +2 ജസ്റ്റ് കഴിഞ്ഞവർ നമ്മുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. ഡിഗ്രി കഴിഞ്ഞവർ നമ്മുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. PG കഴിഞ്ഞവർ നമ്മുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. വർക്ക് ചെയ്യുന്ന 30, 40, 50 വയസ്സായ വർക്കിംഗ് പ്രൊഫഷണൽസ് വരെ നമ്മുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. ക്ലിയർ. സോ അപ്പോൾ ഞാനിത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, നിങ്ങൾ +2 കഴിഞ്ഞതാവട്ടെ, ഡിഗ്രി കഴിഞ്ഞതാവട്ടെ, ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നവരാവട്ടെ, PG ചെയ്തുകൊണ്ടിരിക്കുന്നവരാവട്ടെ, PG കഴിഞ്ഞവരാവട്ടെ, വർക്ക് ചെയ്യുന്നവരാവട്ടെ, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരേപോലെയാണ്. എക്സാമിനേഷൻ്റെ പാറ്റേണും സ്ട്രക്ചറും മാർക്കും പഠിക്കാനുള്ള സിലബസും ടൈമും എല്ലാ കാര്യങ്ങളും ഒരേപോലെയാണ്. അപ്പോൾ ഇനി ഞാൻ ഇങ്ങോട്ട് പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ എല്ലാവർക്കും ഒരേപോലെയാണ്. ക്ലിയർ. പഠിക്കാനുള്ള സിലബസ് ആവട്ടെ, മാർക്ക് ആവട്ടെ, എക്സാമിനേഷൻ സ്ട്രക്ചർ ആവട്ടെ, എവറിത്തിങ് ഈ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ എല്ലാവർക്കും ഒരേപോലെയാണ്. ക്ലിയർ. സോ അതിലൊന്നും യാതൊരു ഡൗട്ടും അടിക്കേണ്ട ആവശ്യമില്ല. സോ നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ളത് മനസ്സിലാക്കി പോവാം. ക്ലിയർ. യെസ്. സോ ഞാൻ പറഞ്ഞ 2 എക്സാംസ്, പാർട്ട് 1 പാർട്ട് 2, 2 എക്സാംസ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ CMA കംപ്ലീറ്റഡ് ആയി എന്ന് പറയാൻ പറ്റും. ഓക്കെ. സോ ആ 2 പാർട്ടും കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ജോബിലോട്ട് എന്ത് ചെയ്യാം, എൻ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ക്ലിയർ. ഏത് പാർട്ട് വേണമെങ്കിലും ഫസ്റ്റ് എക്സാം എഴുതാം, എവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരേപോലെയാണ്. യെസ്. ഇനി
നിങ്ങൾ അടുത്ത ചോദ്യം സാറേ, നമുക്ക് എപ്പോഴാണ് എക്സാമിനേഷൻ എഴുതാൻ പറ്റുക? എക്സാമിനേഷൻ വിൻഡോസ് നോക്കി, ഒരു ഇയറിൽ 3 ടൈമുകളിലായിട്ടാണ് എക്സാംസ് നടക്കുന്നത്. നോക്കിക്കുക ഏതെല്ലാം ടൈമുകളിലാണ്? ജാൻ, ഫെബ്, മെയ്, ജൂണ്, സെപ്റ്റംബർ, ഒക്ടോബർ. ജാനുവരി, ഫെബ്രുവരി, മെയ്, ജൂണ്, സെപ്റ്റംബർ, ഒക്ടോബർ. ഇങ്ങനെ ഈ സമയങ്ങളിലായിട്ടാണ് എക്സാംസ് നടക്കുന്നത്. അതായത് ജാനുവരി 1 തീയതി മുതൽ ഫെബ്രുവരി ലാസ്റ്റ് വരെ ആ 2 മന്ത് ഗ്യാപ്പ് ഉണ്ട്. ആ 2 മന്തിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം. മെയ് 1 തീയതി മുതൽ ജൂൺ ലാസ്റ്റ് വരെ ആ 2 മന്തിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം. സെപ്റ്റംബർ 1 തീയതി മുതൽ ഒക്ടോബർ ലാസ്റ്റ് വരെ ആ 2 മന്ത്സിൽ നിങ്ങൾക്ക് എക്സാംസ് ചെയ്താം. സോ 2 മന്ത് എന്നുള്ള ലെവലിലാണ്. സോ ഇത് നമ്മുടെ +2 എക്സാംസ്, ഡിഗ്രി എക്സാംസ് പോലെയല്ല. +2 എക്സാംസ് അല്ലെങ്കിൽ ഡിഗ്രി എക്സാംസ് ഒക്കെ എങ്ങനെയാണ്? അവരൊരു ഡേറ്റ് അങ്ങ് അനൗൺസ് ചെയ്യും. യൂണിവേഴ്സിറ്റി ഒരു ഡേറ്റ് അനൗൺസ് ചെയ്യും, മാർച്ച് 10 അല്ലെങ്കിൽ ജൂൺ 5, ഇങ്ങനെ ഒരു ഡേറ്റ് അവരങ്ങ് അനൗൺസ് ചെയ്യും. സോ ആ ഡേറ്റിന് നമ്മൾ എല്ലാവരും പഠിച്ച് എല്ലാവരും ഒരേ ടൈമിൽ എക്സാം എഴുതണം. യെസ് ഓർ നോ പറഞ്ഞേ? യെസ് അല്ലേ? ഇത് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ ഈ പറഞ്ഞ ടൈമുകളിൽ നമുക്ക് ഏത് ഡേറ്റിന് വേണമെങ്കിലും, ഏത് സ്ഥലത്തു നിന്ന് വേണമെങ്കിലും, ഏത് ടൈമിന് വേണമെങ്കിലും എക്സാം ചെയ്താം. സോ നമ്മൾ എന്ന് എക്സാം എഴുതണം, ഏത് ഡേറ്റിന് എഴുതണം, ഏത് ടൈമിന്, രാവിലെ എഴുതണോ, ഉച്ചയ്ക്ക് എഴുതണോ, ഈവനിങ്ങിൽ എഴുതണോ, നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഏത് ടൈമിന് നമുക്ക് ഡിസൈഡ് ചെയ്യാം, ഏത് സ്ഥലത്ത് നിന്ന് എഴുതണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ക്ലിയർ? സോ ഇതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ചില കുട്ടികൾ ജാനുവരി 1 തീയതി എഴുതും, ചില കുട്ടികൾ ജാനുവരി 10 തീയതി എഴുതും, ചില ആളുകൾ ഫെബ്രുവരി 15 തീയതി എഴുതും, ചില ആളുകൾ മെയ് 2 തീയതി എഴുതും, ചില ആളുകൾ ഒക്ടോബർ 28 തീയതി എഴുതും. സോ നമ്മൾ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് എക്സാംസ് നടത്തും, മോക്ക് എക്സാംസ് നടത്തും, ഫൈനൽ റിവിഷൻ ക്ലാസ്സസ് നടത്തും. ഇതൊക്കെ നടത്തി നമുക്ക് എക്സാംസ് ഒക്കെ എഴുതി നിങ്ങൾ എക്സാംസിനൊക്കെ നല്ല മാർക്ക് ഉണ്ട്, നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്. ഓക്കെ സർ, ഞാൻ എക്സാം എഴുതിയാൽ പാസ്സാവും. നമ്മളും നിങ്ങളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യും. നിങ്ങൾ പാസ്സാവാൻ മാത്രം പെർഫോം ചെയ്തിട്ടുണ്ടോ നോക്കും. സോ അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ എക്സാംസിന് രജിസ്റ്റർ ചെയ്തിട്ട് പോയിട്ട് എക്സാം എഴുതിയാൽ മതി. ക്ലിയർ? അപ്പം നിങ്ങൾ പഠിച്ച് കോൺഫിഡൻ്റ് ആയി നിങ്ങൾ ടൈം എടുത്ത് പഠിച്ച് ഉഷാറായിട്ട് പോയിട്ട് എക്സാം എഴുതിയാൽ മതി എന്നുള്ളതാണ്. ഈ ടൈമുകളിലാണ് എവിടുന്ന് എപ്പോൾ എഴുതിയാലും ആർക്കാണെങ്കിലും എക്സാമിനേഷൻ ഇങ്ങനെയാണ് നടക്കുന്നത്. ക്ലിയർ? യെസ്, ഈ ടൈമുകളിലാണ് നടക്കുന്നത്. സോ ഈ സമയങ്ങളിൽ നമുക്ക് ലോകത്ത് എവിടുന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എക്സാംസ് എഴുതാം എന്നുള്ളതാണ്. ക്ലിയർ? ഈ ഒരു ടൈമുകളിൽ. ക്ലിയർ? അപ്പം ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞതൊന്ന് ചിന്തിച്ച് നോക്കിയേ. എക്സാമിനേഷൻ എത്ര എക്സാംസ് ഉണ്ടെന്ന് പറഞ്ഞു, എവിടുന്ന് എക്സാം എഴുതാമെന്ന് പറഞ്ഞു, ആർക്കൊക്കെ എക്സാം എഴുതാം, ഒരു +2 പാസ്സായ കുട്ടിക്ക് എക്സാം ചെയ്ത് തുടങ്ങാം. ഓക്കെ, അതേപോലെ തന്നെ ഏത് ഏജ് ലിമിറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു പ്രശ്നവുമില്ല. നമ്മുടെ ക്ലാസ്സിൽ പല കുട്ടികളും +2 കഴിഞ്ഞ കുട്ടി മുതൽ ഒരു 50 വയസ്സായ ആളുകൾ വരെ നമ്മുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ ടൈമുകളിലാണ് എക്സാമിനേഷൻ നടക്കുന്നതെന്നും നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ നിങ്ങൾക്ക് ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയും ഫർദർ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മക്കളെ ഒരു പേടിയും വിചാരിക്കേണ്ട. എൻ്റെ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും, നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാം, ഞാൻ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനി ടൈം 24 hours നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാനിവിടെ ഇരിക്കുന്നത് നിങ്ങളെ പാസ്സാക്കാനാണ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ്. സോ അത് നിങ്ങൾ മനസ്സിലാക്കണം. സോ യാതൊരു മടിയുടെയോ ആവശ്യമില്ല. പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. ഓക്കെ, സോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം നിങ്ങൾ പാസ്സാക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇൻറ്റൻഷൻ. ഓക്കെ, സോ നമുക്കൊക്കെ ഒരു അടിപൊളിയായിട്ട് തന്നെ ടീം വർക്കായിട്ട് മുന്നോട്ട് പോയിട്ട് നമുക്ക് വിത്തിൻ 1 year കൊണ്ട് 2 പാർട്ടും കംപ്ലീറ്റ് ചെയ്ത് പാസ്സാവണം. ഇന്ന് ഏതാണ് ഡേറ്റ്? യെസ്, അടുത്ത വർഷം ഈ ഡേറ്റിൽ നിങ്ങൾ എന്താവണം? CMA ആവണം. നിങ്ങളുടെ പേരിൻ്റെ കൂടെ CMA. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്ത് നിങ്ങളുടെ പേര്, ഇപ്പോൾ എൻ്റെ പേര് ഷെഫീഖ് എന്നാണ് അല്ലേ. അപ്പോൾ CMA ഷെഫീഖ് എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ പേരിൻ്റെ കൂടെ ഒരു വർഷം കൊണ്ട് CMA ആവണം. അതേപോലെ നിങ്ങളൊരു കമ്പനിയിൽ ജോബിൽ നല്ല അടിപൊളിയായിട്ട് സെക്ടറിൽ കമ്പനികളിൽ ജോബ് നല്ല ഹൈ പൊസിഷനിൽ ജോബിൽ കയറും വേണം. ഓക്കെ, സോ അതാണ് നമ്മുടെ ഇൻറ്റൻഷൻ. സോ അതിലോട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ സർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ എത്രത്തോളം മാർക്കാണ്, അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ക്ലിയർ? നോക്കിക്കേ, ഇതിൽ എക്സാമിനേഷൻ്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ പാർട്ട് ഞാൻ പറഞ്ഞപ്പോൾ 2 എക്സാംസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പാർട്ട് 1 എക്സാമും ഉണ്ട്, അതേപോലെ പാർട്ട് 2 എക്സാംസും ഉണ്ട്. 2 എക്സാംസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇനി പാർട്ട് 1 എക്സാംസ് ആണെങ്കിലും പാർട്ട് 2 എക്സാംസ് ആണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കോമൺ ആണ്. പാർട്ട് 1നും ഇതേപോലെ തന്നെയാണ്, പാർട്ട് 2നും ഇതേപോലെ തന്നെയാണ്. സോ പാർട്ട് 1 എക്സാം ആയാലും അതേപോലെ തന്നെ പാർട്ട് 2 എക്സാം ആയാലും ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കോമൺ ആണ്, അതായത് ഒരേപോലെ തന്നെയാണ്, വ്യത്യാസമില്ല എന്നർത്ഥം. സോ നന്നായിട്ട് ശ്രദ്ധിക്കുക. പാർട്ട് 1 ആണെങ്കിലും പാർട്ട് 2 ആണെങ്കിലും 2 എക്സാംസും നടക്കുന്നത് 500 മാർക്കിനാണ്. അതായത് പാർട്ട് 1ഉം 500 മാർക്കിനാണ്, പാർട്ട് 2ഉം 500 മാർക്കിനാണ്. ഇനി പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ പറയണ്ട, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ രണ്ടിനും ഒരേപോലെ തന്നെയാണ്. ഓക്കെ, 500 മാർക്കിനാണ്. ഈ 500 മാർക്കിന് എക്സാംസ് നടക്കുന്നത് 4 hour ആണ്. 4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഓൺലൈനായിട്ട് എക്സാമിനേഷൻ സെൻറ്ററിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാമിനേഷൻ ആണ്.
ക്ലിയർ 4 hour എക്സാം ആണ്. ഈ 500 മാർക്ക് 4 hour എക്സാംസിനാ ഞാൻ 2 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 400 മാർക്കിൻ്റെ ഒരു കാറ്റഗറിയും 100 മാർക്കിൻ്റെ മറ്റൊരു കാറ്റഗറിയും. അപ്പോൾ 400 + 100 = 500. ഒന്ന് പറഞ്ഞേ, 400 + 100 = 500. അപ്പോൾ 400 മാർക്ക്, 100 മാർക്ക്, അങ്ങനെയാണ് 500 മാർക്ക്. ക്ലിയർ. ഈ 400 മാർക്കിന് നമുക്ക് ചോദിക്കുന്നത് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? 100 MCQ ക്വസ്റ്റ്യൻസ് ആണ്. MCQ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്. ക്ലിയർ. ഒരു ക്വസ്റ്റ്യൻ തരും, 4 ഓപ്ഷൻസ് ഉണ്ടാകും, ABCD 4 ഓപ്ഷൻസ് ഉണ്ടാകും. റൈറ്റ് ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. ക്ലിയർ. അതിൽ പ്രോബ്ലംസും ഉണ്ടാകും, തിയറി ക്വസ്റ്റ്യൻസും ഉണ്ടാകും. ചില കുട്ടികൾ ചോദിക്കും, സാർ ഇത് ഫുള്ള് പ്രോബ്ലം ആണ്. ഫുള്ള് പ്രോബ്ലം അല്ല, എന്നാൽ ഫുള്ള് തിയറിയാണ്. ഫുള്ള് തിയറി അല്ല, പ്രോബ്ലംസും ഉണ്ട്, തിയറീസും ഉണ്ട്. ക്ലിയർ. സോ തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ട അല്ലേ, അല്ലെങ്കിൽ നമ്മൾ മനഃപ്പാടമാക്കി തിയറീസ് ആണോ? അല്ല സാറേ, നമ്മൾ മനസ്സിലാക്കി കൺസെപ്ച്വലി മനസ്സിലാക്കി കോൺസെപ്റ്റ് വൈസസ് ആയിട്ടുള്ള തിയറീസ് ആണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന തിയറീസ് ആണ്. ക്ലിയർ. സോ അതിൽ അങ്ങനെയാണ് 100 MCQs. ക്ലിയർ അല്ലേ? ഇനി നെഗറ്റീവ് മാർക്ക് ഇല്ല. അതാണ് കുട്ടികളെ ഏറ്റവും വലിയ ചോദ്യം. സാറേ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവോ? ഇല്ല, നെഗറ്റീവ് മാർക്ക് ഇല്ല. അപ്പോൾ ആ ഒരു പേടി വിട്ടില്ലേ? യെസ്. സോ അങ്ങനെയാണല്ലേ. അതുപോലെ തന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ 100 മാർക്ക് നമുക്ക് ചോദിക്കുന്നത് എന്താ? 2 essay ക്വസ്റ്റ്യൻസ് ആണ്. essay എന്ന് പറയുമ്പോൾ നമ്മൾ +2 അല്ലെങ്കിൽ ഡിഗ്രിയിലൊക്കെ എഴുതിയ പോലെ 10 പേജ് 20 പേജ് എഴുതി വെക്കുന്നതല്ല essay. ഇവിടുത്തെ essay കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ. ഒരു പാരഗ്രാഫ് തരും, കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ തരും. എന്നിട്ട് പാരഗ്രാഫ് ബേസ് ചെയ്തിട്ട് 4, 5, 6 ഡിപ്പെൻസ്, ഓരോന്നിന് ഡിപ്പെൻസ് ആണ്, 4, 5, 6 സബ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ചോദിച്ച സബ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യുക? ടൈപ്പ് ചെയ്ത് അല്ലേ കാൽക്കുലേറ്ററിൽ കീബോർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ക്ലിയർ. യെസ്. സോ അതാണ് നമ്മുടെ essay കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലും പ്രോബ്ലംസും വരാം, തിയറീസും വരാം. കൂടുതലായിട്ട് essayയിൽ ചോദിക്കാറുള്ളത് കൂടുതലായിട്ട് തിയറീസ് ആണ്. സോ essay എവിടെ നിന്നൊക്കെയാണ് വരിക എന്നൊക്കെ നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. കാരണം നമ്മൾ അത്രയും എക്സ്പീരിയൻസ്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുറേ എക്സാംസും കുറേ കുട്ടികളെ അല്ലേ ക്ലാസ് എടുത്തും കുറേ എക്സാമിനേഷൻ കണ്ടിട്ടൊക്കെ എക്സ്പീരിയൻസോട് കൂടി നമുക്ക് നിങ്ങളെ നല്ല രീതിയിൽ അസിസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് essays. അപ്പോൾ നിങ്ങൾ സാറേ ചോദിക്കുന്നതാവും, സാറേ ഞാൻ മാത്സിൽ കുറച്ച് വീക്കാണ്, അപ്പോൾ എനിക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റുമോ? എടാ മാത്സ് എന്ന് പറഞ്ഞാൽ ആകെ 4 കാര്യം ഇവിടെ വരുന്നുള്ളൂ. കൂട്ടാൻ അല്ലെങ്കിൽ അഡീഷന്, സബ്ട്രാക്ഷന്, മൾട്ടിപ്ലിക്കേഷന്, ഡിവിഷന്. ഈ 4 കാര്യം അറിയില്ലേ? നീ ഇത് അറിഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നം ചേട്ടാ, എക്സാമിന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. കാൽക്കുലേറ്ററിൽ കൂട്ടാനും കുറക്കാനും ഡിവൈഡ് ചെയ്യാനും മൾട്ടിപ്ലിക്കേഷനും അറിയില്ലേ? അതറിയില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിർത്തിപ്പോയിക്കോളൂ. അതെന്തായാലും കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ അറിയില്ലേ? യെസ്, അത് മതി, അത്ര മതി. ഓക്കെ. സോ അത്രേ നമുക്ക് മാത്സിൻ്റെ സ്കില്ല് ആവശ്യമുള്ളൂ. പിന്നെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ നമ്മൾ കൊമേഴ്സ് പഠിച്ചിട്ടില്ല സാറേ, നമുക്കിത് ചെയ്യാൻ പറ്റുമോ? എടാ ഞാനും കൊമേഴ്സ് പഠിച്ചിട്ടില്ല. കാരണം ഞാനും നിങ്ങളെ പോലെ തന്നെ ഒരു +2 സയൻസ് ആയിരുന്നു. നിങ്ങളെ പോലെ എന്ന് പറയാൻ പറ്റില്ല അല്ലേ, ഇതിൽ ചില കുട്ടികൾ +2 സയൻസ് ഉള്ള കുട്ടികളുണ്ടാകും. എനിവേ ഞാനൊരു +2 സയൻസ് ആയിരുന്നു. ക്ലിയർ. സോ ഞാൻ +2 സയൻസ് കഴിഞ്ഞ ഉടനെ ഞാൻ ഈ കോഴ്സ് ജോയിൻ ചെയ്തതാണ്. സോ ഞാൻ ഡിഗ്രിയും PG ഒക്കെ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്തത്. ക്ലിയർ. സോ +2 സയൻസ് കഴിഞ്ഞു ഒരു 19th ഏജ് ആയപ്പോൾ ഞാൻ ഈ എക്സാംസ് എന്ത് ചെയ്തിട്ടുണ്ട്? 2 പാർട്ടും ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതും ഇൻ 8 month ഡ്യൂറേഷൻ. അതും ഞാൻ അന്ന് ഇത്രത്തോളം കോച്ചിങ് സെൻറ്റേഴ്സും ഓൺലൈൻ ക്ലാസ്സസും ഒന്നും അന്ന് അവൈലബിൾ അല്ലായിരുന്നു. സോ എൻ്റെ ഫ്രണ്ടിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അവന് ഞാൻ ഡിസ്കസ് ചെയ്ത് പഠിച്ചാണ് നമ്മൾ പാസ്സായിട്ടുള്ളത്. അതും നല്ല രീതിയിൽ തന്നെ ഞാൻ അല്ലേ 500-ൽ ഞാൻ ഇവിടെ പറയാം പാസ് മാർക്ക് 360 സോ ഞാൻ പാസ്സായത് 500-ൽ 1-ൽ 440 1-ൽ 450 മാർക്ക് കിട്ടിയിട്ടാണ് ആ സമയത്ത് പാസ്സായത്. സോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മക്കളെ, എനിക്ക് പാസ്സാവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ സ്റ്റുഡൻസിനും പാസ്സാവാൻ പറ്റും. കാരണം നമ്മൾ ക്ലാസ്സസ് ആ രീതിയിലാണ് ഡെലിവർ ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ പാസ്സാവുമോ എന്നുള്ളതിനെക്കുറിച്ച് ഡൗട്ട് അടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഡെഫിനറ്റ്ലി നമുക്ക് പാസ്സാവണം. നമ്മളെ തന്നെ ഡൗട്ട് അടിക്കരുത്. ക്ലിയർ. നമ്മൾ ഡൗട്ട് അടിച്ചാൽ എല്ലാവരും നമ്മൾ ഡൗട്ട് അടിക്കും. ക്ലിയർ. നമ്മളെ സെൽഫ് ബിലീവ് അല്ലെങ്കിൽ നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്യൂ, നമ്മളെ തന്നെ ബിലീവ് ചെയ്യൂ. എന്നാലും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. നമ്മളെ തന്നെ ഡൗട്ട് അടിച്ചിരുന്നാൽ എങ്ങനെ കാര്യങ്ങൾ നടക്കുക? ക്ലിയർ. സോ നമുക്ക് പാസ്സാവൂ എന്നുള്ളതല്ല, പിന്നെന്താ, പാസ്സാവണം. ഓക്കെ, പാസ്സായേ പറ്റൂ. ഇവിടുന്ന് അങ്ങോട്ട് 1 വർഷത്തിനുള്ളിൽ നമ്മൾ CMA കംപ്ലീറ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ. ക്ലിയർ. വേറൊരു വർത്താനവും ഇല്ല, വേറൊരു ഡിസ്കഷനും ഇല്ല. നമുക്ക് പാസ്സായേ പറ്റൂ. ക്ലിയർ. യെസ്. സോ ഞാൻ പറഞ്ഞാൽ 500 മാർക്ക്, 400 മാർക്ക്, 100 മാർക്ക്. അതിൽ അല്ലേ 100 മാർക്കിന് 400 മാർക്ക്, 100 മാർക്ക്, 400 മാർക്കിന് 100 MCQ, 2 മാർക്കിന് 2 essay എന്നാണ് ഞാൻ പറഞ്ഞു. അതൊക്കെ നമുക്ക് അല്ലേ ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പാരഗ്രാഫ് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻസ് ആണ്. സോ അതിന് വേണ്ടത് അല്ലേ ചെറിയ 2-3 സെൻറ്റൻസിൽ എഴുതി കൊടുത്താൽ മാത്രം മതി essayക്ക്. അങ്ങനെ നമുക്ക് ഒബ്ജക്റ്റീവ്സിനുള്ളത് 3 hour ആണ്, essayക്കുള്ളത് 1 hour ആണ്. ക്ലിയർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ എനിക്ക് 3 hour വേണ്ട, എനിക്ക് 2.5 മണിക്കൂർ മതി. എങ്ങനെയാണെങ്കിൽ ഇതിൽ 1/2 മണിക്കൂറും കൂടി നമുക്ക് ഇതിലോട്ട് കിട്ടും, essayയിലോട്ട് കിട്ടും. ടോട്ടൽ 4 hour എന്നുള്ളതാണ്. സോ മാക്സിമം ഒബ്ജക്റ്റീവിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 3 hour ആണ്. അത് കഴിഞ്ഞാൽ അടുത്ത essay ആയിരിക്കും 1 hour. അങ്ങനെയാണ് ഉണ്ടാവുക. ക്ലിയർ.
നമുക്ക് പാസ്സാവണമെങ്കിൽ ടോട്ടൽ ഞാൻ പറഞ്ഞല്ലോ 500 മാർക്കാണ്. ഈ 500 മാർക്കിൽ നമുക്ക് പാസ്സാവാൻ വേണ്ടത് എത്ര മാർക്കാന്ന് വെച്ചാൽ അല്ലേ, 500 മാർക്കിൽ 360 മാർക്കാണ് പാസ്സാവാൻ വേണ്ടത്. അതായത് 500ൽ 360 എന്ന് പറയുമ്പോൾ 72% വരും. 500ൽ 360 എന്ന് പറഞ്ഞാൽ 72% പാസിംഗ് റേറ്റ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, സാറേ 72%, 500ൽ 360 ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ സാറേ? ഇതൊക്കെ നടത്തിയിട്ടുണ്ട്, മനസ്സിലായ? ഇതൊക്കെ നമ്മുടെ പല സ്റ്റുഡൻസും 470, 460, 450 ഇതൊക്കെ നമ്മൾ ഓരോ റിസൾട്ട് വരുമ്പോഴും നമ്മുടെ സ്റ്റുഡൻസ് അച്ചീവ് ചെയ്യാറുള്ള സ്കോറാണ്. അതും ഓൺലൈൻ ക്ലാസ് എന്ന് കേട്ടോ, ഓൺലൈൻ ക്ലാസ് എന്നാണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞല്ലോ ഓഫ്ലൈനേക്കാളും നമുക്ക് നല്ല റിസൾട്ട് കാര്യങ്ങൾ വരാറുള്ളത് ഓൺലൈൻ ക്ലാസ്സിലാണെന്നുള്ളത്. കാരണം ഡെയിലി നമ്മൾ സപ്പോർട്ട് ഓൺലൈൻ ക്ലാസ്സിൽ, ഡെയിലി ഡൗട്ടും കാര്യങ്ങളും ക്ലാസ്സസും റിവിഷൻസും. സോ ആ ഒരു രീതിയിൽ ഒരു വർഷത്തിൽ നമ്മൾ ഡെയിലി സപ്പോർട്ട് ചെയ്ത് അവരെ പാസ്സാക്കുക എന്നുള്ളതാണ്. ക്ലിയർ? സോ യാതൊരു ഡൗട്ടും അടിക്കണ്ട. നമ്മൾ ഓൾ ഇന്ത്യ ടോപ്പേഴ്സ് വരെ നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞ 460, 450 ഒക്കെ സ്കോർ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് നമുക്കുണ്ട്. സോ 360 സ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ചലഞ്ചിങ് അല്ല, ബട്ട് ഈസിയും അല്ല. അത് ഞാൻ പറയാം, ബട്ട് ഈസിയും അല്ല. നിങ്ങളിത് പഠിക്കാതെ വെറുതെ നടന്ന് അല്ലേ, നമ്മൾ പറയുന്നൊന്നും ഫോളോ ചെയ്യുന്നില്ല, ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഫോളോ ചെയ്യാതെ നടന്നാൽ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞു തരട്ടോ. ഈസിലി പാസ്സാവും, നിങ്ങൾ ഇങ്ങോട്ട് പോരും എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ വർക്ക് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾ പോരും, ഞാൻ നിങ്ങളെ പാസ്സാക്കി തരാം. വർക്ക് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ, വർക്ക് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ, വർക്ക് ചെയ്യാന്ന് വെച്ചാൽ 24 hours ഒന്നും വർക്ക് ചെയ്യേണ്ട. നമ്മൾ പറയുന്ന വർക്ക് നല്ല രീതിയിൽ ചെയ്തു പോയാൽ മാത്രം മതി. ക്ലിയർ? ഒരു ഡെയിലി ഒരു 2-3 മണിക്കൂർ ഇതിലോട്ട് മാറ്റി വെക്കുക. 24 മണിക്കൂർ ഒരു ഡേ ഉണ്ട്. ആ 24 മണിക്കൂറിൽ 2-3 മണിക്കൂർ ഡെയിലി നിങ്ങൾ ഇതിലോട്ട് മാറ്റി വെക്കണം. ക്ലിയർ? അത് നിങ്ങൾ മാറ്റി വെക്കുന്നത് ഒരു 10 വർഷം ഒന്നും മാറ്റി വെക്കണ്ട. മറ്റുള്ള കോഴ്സുകൾ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കി, 4 കൊല്ലം, 5 കൊല്ലം, 10 കൊല്ലം, അതൊന്നും വേണ്ടടാ. ഒരു വർഷം, ലെസ് ദാൻ 1 ഇയർ. അത് നിങ്ങളുടെ സ്റ്റഡി ലീവും ക്ലാസ്സും എക്സാമിനേഷൻ റിസൾട്ട് വെയിറ്റിംഗ് പീരീഡും എല്ലാം കൂടിയാണ് ഒരു വർഷം, മാക്സിമം ഒരു വർഷമാണ്. ആ ഒരു വർഷം നമ്മുടെ ലൈഫിൽ ഒരു ഡെയിലി 2-3 മണിക്കൂർ മാറ്റി വെച്ചാൽ ഒരു വർഷം കൊണ്ട് നമ്മളൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനാണ് അച്ചീവ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ഫർദർ ആയിട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാം. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് പറയാം, ഞാൻ ഈ കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ 18 വയസ്സിലും 19 വയസ്സിലാണ് ഞാൻ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. ക്ലിയർ? അവിടുന്ന് അങ്ങോട്ട് നമ്മൾ അല്ലേ, പിന്നെ ഫുൾ നമ്മൾ വർക്ക് ചെയ്യുന്നതും സാലറി ഉണ്ടാക്കുന്നതും നിങ്ങളെ പഠിപ്പിക്കുന്നതും എല്ലാം ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ബേസിസാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ, ഇങ്ങനെ അല്ലേ ഒരു പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ ബാക്കി നിങ്ങളുടെ റിമൈനിങ് ലൈഫ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ആ ഒരു കോഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ നമ്മുടെ ലൈഫിൽ നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു BCom അല്ലെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു MBA അല്ലെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു MCom വെച്ചിട്ട് ഫർദർ ലൈഫ് മുന്നോട്ട് പോയാൽ നമ്മുടെ ഫർദർ ആയിട്ട് കിട്ടുന്ന സാലറി ആണെങ്കിലും നമ്മുടെ ജോബ് പ്രൊഫൈൽ ജോബ് പൊസിഷൻസ് ആണെങ്കിലും സൊസൈറ്റിയിലെ അല്ലെങ്കിൽ നമ്മുടെ വർക്കിംഗ് എൻവിറോൺമെന്റിൽ നമുക്ക് കിട്ടുന്ന റെപ്യൂട്ടേഷൻ ആണെങ്കിലും ഒക്കെ ആ ഒരു ലെവലായിരിക്കും. ബട്ട് വൺസ് നിങ്ങളെ പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയിലാവട്ടെ, നിങ്ങളുടെ ജോബ് പ്രൊഫൈലിലാവട്ടെ, ജോബ് റെസ്പെക്റ്റിലാവട്ടെ, എല്ലാത്തിലും നല്ല മാറ്റം ഫീൽ ചെയ്യും. ക്ലിയർ? സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. സോ അതിന് വേണ്ടിയിട്ട് മക്കളെ ഞാൻ നിങ്ങളോട് ദയവ് ചെയ്തിട്ട് പറയാണ്, ഡെയിലി ഒരു 2-3 hours നിങ്ങളൊന്ന് ഡെഡിക്കേറ്റ് ചെയ്യുക ഫോർ യുവർ ലൈഫ്, നോട്ട് ഫോർ മീ. ഓക്കെ, നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് വർക്ക് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം പോരും, അല്ലെങ്കിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യും. നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിയർ? സോ ഇതാണ് കാര്യങ്ങൾ, ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി ഇതിലൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇതിൽ എസ്സേ എല്ലാവർക്കും ഓപ്പൺ ആവണമെന്നില്ല. ക്ലിയർ? ഞാൻ പറയില്ല, 100 MCQ ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 100 MCQ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോകും. ക്ലിയർ? ചെയ്തത് ശരിയാണോ തെറ്റാണോ നമുക്ക് അറിയാൻ പറ്റില്ല. ഓട്ടോമാറ്റിക്കലി സിസ്റ്റംസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വാല്യൂ ചെയ്യും. ക്ലിയർ? ഓട്ടോമാറ്റിക്കലി സിസ്റ്റം വാല്യൂഷൻ ആണ്. ഓക്കെ, സോ അതിൽ നമ്മൾ 3 മണിക്കൂറിൽ 100 MCQ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നമ്മളതിൽ എൻഡ് അടിക്കും. ഓക്കെ, എങ്ങനെയാണ് പറഞ്ഞാൽ എക്സാമിനേഷൻ മോഡ് അതൊക്കെ നമ്മൾ അല്ലേ, നിങ്ങൾ എക്സാമിനേഷൻ എഴുതാൻ പോകുന്നതിന് മുന്നേ അതൊക്കെ നമ്മൾ പറഞ്ഞു തരും. അതിനെക്കുറിച്ചൊന്നും പേടിക്കണ്ട. നമ്മൾ എൻഡ് അടിക്കുമ്പോൾ നമ്മൾ 100ൽ മിനിമം 50 ക്വസ്റ്റ്യൻസ് എങ്കിലും, മിനിമം 50 കൂടുതലോ ശരിയാവണം. അത് മിനിമം 50 ക്വസ്റ്റ്യൻസ് എങ്കിലും അല്ലേ കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത എസ്ഐയിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ 50ൽ താഴെയാണ് കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എസ്ഐയിലോട്ട് ഓപ്പൺ ആകാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അപ്പം തന്നെ എക്സാം ഫെയിൽ ആവും എന്നർത്ഥം. സോ നമുക്ക് മിനിമം 50ൽ കൂടുതലോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടാവണം. സോ ആ ഒരു പ്രശ്നമൊന്നും നമ്മുടെ സ്റ്റുഡൻസിന് വരാറില്ല. കാരണം നമ്മുടെ സ്റ്റുഡൻസ് എന്തായാലും 100ൽ അല്ലെ 100 MCQ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 100 MCQ ക്വസ്റ്റ്യൻസിൽ ഒരു 90 കറക്റ്റായിട്ട് ആൻസർ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനാണ് നമ്മൾ നല്ല രീതിയിൽ ക്ലാസ്സസ് ഡെലിവർ ചെയ്യുന്നതും ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതും. ഒരുപാടെന്ന് പറയാൻ കാരണം അത്രയും നമ്മൾ പ്രാക്ടീസ് ചെയ്യും. പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ എന്താക്കണം,
അത്രയും നിങ്ങളെ എന്താക്കണം എന്ന് വെച്ചാൽ സ്കില്ലഡ് ആക്കണം. ക്ലിയർ? യെസ്. സോ നമ്മൾ എന്തായാലും അത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ എന്തായാലും എക്സാംസ് പാസ്സായി ഒരു 500 ഒരു 430 അല്ലെങ്കിൽ 440 അല്ലെങ്കിൽ 450 സ്കോർ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് എക്സാമിനേഷൻ്റെ കാര്യങ്ങളെല്ലാം. ഇത് പാർട്ട് 1 ആണെങ്കിലും പാർട്ട് 2 ആണെങ്കിലും ഇതേപോലെ തന്നെയാണ്, യാതൊരു ഡിഫറൻസും ഇല്ല. ഓക്കെ, യെസ്. എല്ലാം നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണേ. ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട്സിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, യെസ്. സോ മക്കളെ, ഇനി അടുത്തത് ഇതിൻ്റെ സിലബസ്. എപ്പോഴും കുട്ടികൾ ചോദിക്കുന്നതാണ് സാർ സിലബസ്. സോ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞല്ലോ, നമുക്ക് 2 സിലബസ് അല്ലെ 2 പാർട്ടാണുള്ളത്. ഏതൊക്കെയാ? പാർട്ട് 1 എക്സാംസും അല്ലേ, പാർട്ട് 2 എക്സാംസും. യെസ് ഇല്ലേ? എൻ്റെ തല കാണുന്നുണ്ടാവില്ല അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് 2 എക്സാംസ് ആണ് ഉള്ളത്. ഏതൊക്കെ? പാർട്ട് 1 എക്സാംസും ഉണ്ട്, പാർട്ട് 2 എക്സാംസും ഉണ്ട്. ക്ലിയർ? സോ സിലബസ് ഞാൻ പറഞ്ഞല്ലോ, പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ആണ്. 2 സിലബസ് ആണ് നമുക്കുള്ളത്. പാർട്ട് 1ൻ്റെ സിലബസും ഉണ്ട്, പാർട്ട് 2ൻ്റെ സിലബസും ഉണ്ട്. ക്ലിയർ? സോ ഈ 2 പാർട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. ഓക്കെ, യെസ്. സോ നന്നായിട്ട് അടിപൊളിയായിട്ട് ഇവിടെ മനസ്സിലാക്കുക. സോ പാർട്ട് 1 എന്ന് പറയുന്ന പാർട്ട് 1 എക്സാംസിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് വായിച്ചൊക്കെ അറിയാം അല്ലേ? അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. പാർട്ട് 1ൻ്റെ പേര് എന്താണെങ്കിൽ കാണുന്നുണ്ടാകും. പാർട്ട് 1ൻ്റെ പേര് എന്താ? ഫിനാൻഷ്യൽ പ്ലാനിങ്. യെസ്, ഫിനാൻഷ്യൽ പ്ലാനിങ്, പെർഫോമൻസ് ആൻഡ് അനലിറ്റിക്സ്. ഫിനാൻഷ്യൽ പ്ലാനിങ്, പെർഫോമൻസ് ആൻഡ് അനലിറ്റിക്സ് എന്നാണ് പാർട്ട് 1ൻ്റെ പേര്. അതിനണ്ടറിൽ 6 സെക്ഷൻസ് ഉണ്ട്. ഈ സെക്ഷൻസ് ടോപ്പിക് ABCDEF അല്ലെ, ഓരോ ടോപ്പിക്കിൻ്റെ ഇതാണ്. അത് നമ്മൾ സെക്ഷൻ A, സെക്ഷൻ B, സെക്ഷൻ C, സെക്ഷൻ D, സെക്ഷൻ E, സെക്ഷൻ F. സെക്ഷൻ ടോപ്പിക് എന്ന് പറയുന്ന പോലെ തന്നെ സെക്ഷൻ എന്ന് പറഞ്ഞാണ് പോകുന്നത്. ഇതേപോലെ തന്നെ പാർട്ട് 2ലും എന്ത് വരുന്നുണ്ട്? ഇങ്ങനെ 6 ടോപ്പിക്സ് വരുന്നുണ്ട്. സെക്ഷൻ A, സെക്ഷൻ B, സെക്ഷൻ C, സെക്ഷൻ D, സെക്ഷൻ E, സെക്ഷൻ F. ഓക്കെ, യെസ്. സോ നമുക്ക് പാർട്ട് 1നെ കുറിച്ച് ജസ്റ്റ് എന്തെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുക. കാരണം എപ്പോഴും നമ്മൾ എന്തെല്ലാമാണ് ഈ കോഴ്സിൽ പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് എന്നറിഞ്ഞാലാണ് നമുക്ക് നല്ല രീതിയിൽ ഇത് മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ പറ്റുള്ളൂ. സോ ഞാൻ ഫുള്ളായിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ഷോർട്ടായിട്ട് എന്താ പഠിക്കുന്നത് ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ അല്ലെങ്കിൽ പിക്ചർ തരുന്നതേ ഉള്ളൂ കേട്ടോ. സോ നമുക്ക് നോക്കിക്കേ, പാർട്ട് 1ലെ 1ാമത്തെ സെക്ഷനാണ് സെക്ഷൻ A. സെക്ഷൻ Aൻ്റെ പേരൊന്നും എല്ലാവരും വായിച്ച് എക്സ്റ്റേണൽ വായിക്കാൻ പറഞ്ഞാൽ വായിക്കണേ, നോ എക്സ്ക്യൂസ്. എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഡിസിഷൻ. ഇതിൽ നമ്മൾ മെയിൻലി പഠിക്കുന്നത് എന്താ വെച്ചാൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണ്. എന്തെന്ന് പറഞ്ഞേ മക്കളെ? ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണ് പഠിക്കുന്നത്. എന്താ സാറേ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്, ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാനാണ് പഠിക്കുന്നത്. ക്ലിയർ? നമ്മളെ കമ്പനിയിൽ ഒരുപാട് ഓണേഴ്സ് ഉണ്ടാകും അല്ലേ? അപ്പോൾ അവർക്ക് ലാഭങ്ങൾ വീതിച്ചെടുക്കണമെങ്കിൽ ലാഭം എത്ര, നഷ്ടം എത്ര എന്നറിയണം. നമ്മുടെ കമ്പനിയിൽ ഒരുപാട് പൈസ കിട്ടാനുണ്ടാകും, ഒരുപാട് പൈസ കൊടുക്കാനുണ്ടാകും, ഒരുപാട് നമ്മുടെ കമ്പനിയുടെ വാല്യുബിൾ അസറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ എല്ലാം നമ്മൾ കറക്റ്റ് പ്രോപ്പർലി റെക്കോർഡ് ചെയ്യണം, റിപ്പോർട്ട് തയ്യാറാക്കണം. സോ ഒരു കമ്പനീൻ്റെ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതാണ് സെക്ഷൻ A പഠിക്കുന്നത്. സോ ഏതൊരു കമ്പനിക്കാണെങ്കിലും ഫിനാൻഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് മസ്റ്റാണ്. കാരണം ഇയർലി നമ്മൾ ഗവൺമെൻറ്റിന് ടാക്സ് അടക്കണമെങ്കിൽ ലാഭം എത്രയെന്ന് അറിയണ്ടേ? ലാഭം എത്ര അറിയണമെങ്കിൽ പ്രോപ്പറായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കണ്ടേ? എന്നാലല്ലേ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതി വെച്ച് പ്രോപ്പർ റിപ്പോർട്ട് തയ്യാറാക്കണ്ടേ? എന്നാലല്ലേ ലാഭം എത്ര നഷ്ടം എത്രയെന്ന് അറിയുള്ളൂ അല്ലേ? യെസ്, വെരി ഗുഡ്. അതേപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ 4 ഓണേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ ഈ 4 ഓണേഴ്സിന് ലാഭം അല്ലെങ്കിൽ നഷ്ടം വീതിച്ചെടുക്കണ്ടേ ഇയർ അവസാനം? അപ്പോൾ ലാഭം എത്ര, നഷ്ടം എത്ര എന്ന് അറിയണ്ടേ? അപ്പോൾ ലാഭം എത്ര, നഷ്ടം എത്ര അറിയണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കണ്ടേ? നമ്മുടെ കമ്പനിക്ക് ഫണ്ടിൻ്റെ ഷോർട്ടേജ് വന്നാൽ, ക്യാഷിൻ്റെ ഷോർട്ടേജ് വന്നാൽ നമ്മൾ ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കണ്ടേ? അപ്പോൾ ലോൺ എടുക്കണമെങ്കിൽ നമ്മുടെ കമ്പനിയുടെ റിപ്പോർട്ട് അവർക്ക് കൊടുത്തിട്ട് അവർ നമ്മുടെ കമ്പനിയെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് ആണ് നമുക്ക് ലോണൊക്കെ പാസ്സാക്കി തരുള്ളൂ. സോ എന്തിന് നമുക്ക് എന്ത് മസ്റ്റാണ്? ഫിനാൻഷ്യൽ റിപ്പോർട്ട് മസ്റ്റാണ്. സോ എങ്ങനെയാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതും, ഏതെല്ലാം ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഉണ്ട് എന്നുള്ളതും, അത് എങ്ങനെയൊക്കെയാണ് തയ്യാറാക്കുക എന്നുള്ളതും ആണ് നമ്മളിവിടെ പഠിക്കുന്നത്, സെക്ഷൻ A പഠിക്കുന്നത്. ഇനി ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഹിന്റ് കിട്ടിയിട്ടുണ്ടാകും, ഇതൊരു അക്കൗണ്ടിങ് റിലേറ്റഡ് ഏരിയ ആണ്. സോറി, എനിക്ക് അക്കൗണ്ടിങ് എന്താണെന്ന് പോലും അറിയില്ല. പേടിക്കണ്ടടാ, നമ്മൾ ഫ്രം ദ ബേസിക് ടോപ്പിക് എടുക്കും. ഇപ്പം ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, അക്കൗണ്ടന്റ് ചെയ്യുന്ന ജോലിയാണ് അക്കൗണ്ടന്റ്. സോ അങ്ങനെ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സെക്ഷൻ A പഠിക്കുന്നത്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഓക്കെ, അത്ര അറിഞ്ഞിരുന്നാൽ മതി. ബാക്കി നമുക്ക് ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, ഇങ്ങനെ അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, യെസ്. സോ അടുത്തതാണ് ഇത് മക്കളെ, സെക്ഷൻ B. എന്താ സെക്ഷൻ Bയുടെ പേര്? പ്ലാനിങ്, ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. സോ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഒരു കമ്പനിയുടെ പ്ലാൻ എങ്ങനെയാണ് തയ്യാറാക്കുക, അതേപോലെ തന്നെ ഒരു കമ്പനിയുടെ ബഡ്ജറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുക. ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറത്തെ കാര്യങ്ങൾ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യുക, മുൻകൂട്ടി അല്ലേ, മീൻസ് പ്രെഡിക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ അല്ലേ മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ ഫോർകാസ്റ്റിംഗ് എന്ന് വിളിക്കുക.
നമുക്ക് നമ്മുടെ പേഴ്സണൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് പ്ലാൻ തയ്യാറാക്കാറില്ലേ? നമുക്ക് അടുത്ത വർഷം ഇത് ചെയ്യണം, അതിൻ്റെ അടുത്ത വർഷം ഇത് ചെയ്യണം, ഇങ്ങനെയൊക്കെ ട്രിപ്പ് പോകണം, അങ്ങനെ നമ്മൾ പ്ലാൻ ഇല്ലേ? ഇതേപോലെ തന്നെ ഗവൺമെൻറ് ഓരോ ഇയറിൽ പ്ലാനും ബഡ്ജറ്റ്സ് ഒക്കെ തയ്യാറാക്കാറില്ലേ? ഇതേപോലെ നമ്മുടെ കമ്പനി എന്ത് ചെയ്യണം? പ്ലാൻ അല്ലെങ്കിൽ ബഡ്ജറ്റ്സ് തയ്യാറാക്കണം. നമ്മുടെ കമ്പനി എല്ലാം ഒരു കമ്പനീൻ്റെ കാര്യങ്ങളാണ് പഠിക്കുന്നത് അല്ലേ? യെസ്. സോ നമ്മുടെ ഒരു കമ്പനീൻ്റെ പ്ലാൻ അല്ലെങ്കിൽ ബഡ്ജറ്റ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പഠിക്കുന്നതാണ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്. നിങ്ങൾ നോക്കി, ഈ പ്രോപ്പർ പ്ലാനും ബഡ്ജറ്റ്സ് ഒന്നും ഇല്ലാതെ നമ്മുടെ കമ്പനി മുന്നോട്ട് പോകാൻ പറ്റുമോ? പ്രോപ്പർ പ്ലാനിങ് ഇല്ല, പ്രോപ്പർ ബഡ്ജറ്റിംഗ് ഇല്ല അല്ലേ? സോ പ്ലാനും ബഡ്ജറ്റ് ഒരു ലക്ഷ്യമൊന്നുമില്ല. ഈ പ്ലാൻ ബഡ്ജറ്റൊക്കെ ഉദ്ദേശിക്കുന്നത് ലക്ഷ്യം അല്ലെങ്കിൽ ടാർഗറ്റ് എന്നുള്ളതാണ്. ഒരു പ്ലാനും ഒരു ബഡ്ജറ്റ് ഒന്നും ഇല്ലാതെ നമ്മുടെ കമ്പനി മുന്നോട്ട് പോയാൽ നമ്മുടെ കമ്പനി സക്സസ്ഫുൾ ആവുമോ? നിങ്ങളെന്നെ പറയാൻ സക്സസ്ഫുൾ ആവുമോ? ഇല്ല. നമ്മുടെ കമ്പനി സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ കമ്പനിക്ക് എന്ത് വേണം? കറക്റ്റ് പ്രോപ്പർ പ്ലാൻ ആൻഡ് ബഡ്ജറ്റ്സ് ഒക്കെ വേണം. സോ ഈ പ്ലാൻ ആണെങ്കിലും ബഡ്ജറ്റ്സ് ആണെങ്കിലൊക്കെ തയ്യാറാക്കുന്നത് പാസ്റ്റ് പീരീഡിലോട്ടാണോ, പ്രസന്റ് പീരീഡിലോട്ടാണോ, ഫ്യൂച്ചർ പീരീഡിലോട്ടാണോ? ഫ്യൂച്ചർ പീരീഡിലോട്ടാണ് അല്ലേ? സോ ഫ്യൂച്ചർ പീരീഡിലോട്ടാണ് ഈ പ്ലാൻ ആണെങ്കിലും ബഡ്ജറ്റ്സ് ആണെങ്കിലും ഒക്കെ തയ്യാറാക്കുന്നത് ഫ്യൂച്ചർ പീരീഡിലോട്ടാണ്. സോ ഫ്യൂച്ചറിലും കാര്യങ്ങൾ എന്താകും എന്ന് നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഇപ്പോൾ തന്നെ അറിയാൻ പറ്റണം. അതിനെയാണ് നമ്മൾ ഫ്യൂച്ചറത്തെ കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്നത്. അതിനെയാണ് ഫോർകാസ്റ്റിംഗ് എന്ന് വിളിക്കുക. ഫ്യൂച്ചറിൽ മാർക്കറ്റ് കണ്ടീഷൻ എന്താകും, എക്കണോമിക് കണ്ടീഷൻസ് എന്താകും, കോമ്പറ്റീഷൻസ് വരാൻ ചാൻസ് ഉണ്ടോ, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ മുൻകൂട്ടി എന്ത് ചെയ്യണം? ഫോർകാസ്റ്റ് ചെയ്യണം. അതിനെയാണ് നമ്മൾ ഫോർകാസ്റ്റിംഗ് എന്ന് വിളിക്കുക. സോ എങ്ങനെയാണ് ഫോർകാസ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ പ്ലാൻ എങ്ങനെ തയ്യാറാക്കാം, ബഡ്ജറ്റ്സ് എങ്ങനെ തയ്യാറാക്കാം. സാർ ഈ പ്ലാനും ബഡ്ജറ്റ്സും ഒക്കെ ഫ്യൂച്ചർ പീരീഡിലോട്ടാണ്. രണ്ടും ഒന്നാണോ? അല്ല, രണ്ടാണ്. എന്താ സാർ എങ്ങനെയാ? പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ടേമാണ്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് മുൻകൂട്ടി നമ്മൾ അല്ലേ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നതാണ് പ്ലാൻ. അതിൽ നമ്മൾ നമ്പറൈസ് ചെയ്ത് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടേമിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് എന്ത്? ബഡ്ജറ്റ്സ്. ഫോർ എക്സാമ്പിൾ, സിമ്പിളായിട്ട് പറയാം. എനിക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ യു കെയിലോട്ട് ട്രിപ്പ് ഒരു ട്രിപ്പ് പോകണം. അതാണ് എൻ്റെ നെക്സ്റ്റ് ഇയർത്തെ പ്ലാൻ. സോ ആ ട്രിപ്പിന് എനിക്ക് ഫുഡ് എക്സ്പെൻസ് എത്ര വരും, ട്രാവലിംഗ് എക്സ്പെൻസ് എത്ര വരും, അതുപോലെ തന്നെ അക്കോമഡേഷൻ എത്ര വരും, ഇങ്ങനെയൊക്കെ ഞാൻ തയ്യാറാക്കുന്നതാണ് ബഡ്ജറ്റ്സ്. യു കെയിലോട്ട് ട്രിപ്പ് പോകണം, അതാണ് എൻ്റെ പ്ലാൻ. സോ അതിലോട്ട് ഫുഡിന് എത്ര, ഇതിനെത്ര ചിലവ്, ഇങ്ങനെയൊക്കെ ഓരോന്ന് കണക്കൂട്ടി വെക്കുന്നതാണ് ഇത് ബഡ്ജറ്റ്സ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഏതാ? പ്ലാൻ ആണോ ബഡ്ജറ്റ്സ് ആണോ? പ്ലാൻ അല്ലേ? അതിന് ശേഷമാണ് ഇത് തയ്യാറാക്കുക ബഡ്ജറ്റ്സ്. സോ പ്ലാൻ ഒരു ജസ്റ്റ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. നമ്പേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ബഡ്ജറ്റ്സിലാണ്. സോ ഫ്യൂച്ചറത്തെ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അല്ലേ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫോർകാസ്റ്റിംഗ് എന്ന് വിളിക്കുക. സോ അതൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാം. ഓക്കെ. സോ അടുത്തതാണ് മക്കളെ സെക്ഷൻ സി, പെർഫോമൻസ് മാനേജ്മെൻറ്റ്. അതായത് ഈ പെർഫോമൻസ് മാനേജ്മെൻറ്റ് ആക്ച്വലി ഇതിൻ്റെ ബാക്കിയാണെന്നറിയോ? ഈ സെക്ഷൻ ബിൻ്റെ ബാക്കിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. അതായത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സെക്ഷൻ ബിയിൽ നമ്മൾ ബഡ്ജറ്റ്സ് തയ്യാറാക്കാനാണ് മെയിൻലി പഠിക്കുന്നത്. പ്ലാനും ബഡ്ജറ്റ്സ് ഒക്കെ തയ്യാറാക്കാൻ. നിങ്ങൾ നോക്കിക്കേ, ഞാൻ ഉണ്ടാക്കിയ എല്ലാ പ്ലാനും അല്ലെങ്കിൽ എല്ലാ ബഡ്ജറ്റ്സും അച്ചീവ് ആവണം അല്ലെങ്കിൽ അതേപോലെ തന്നെ മുന്നോട്ട് പോകണമെന്നുണ്ടോ? ഇല്ല. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ അടുത്ത വർഷം ഒരു 1 lakh എന്ന് വെച്ചാൽ 100,000 അല്ലെങ്കിൽ 1 lakh അല്ലെ? 100,000 ആണല്ലോ 1 lakh. യെസ്. അപ്പോൾ 100,000 അല്ലെങ്കിൽ 1 lakh പ്രോഫിറ്റ് അടുത്ത വർഷം ഉണ്ടാക്കണം എന്നുള്ളതാണ് ബഡ്ജറ്റ് ചെയ്തത്. പക്ഷേ എനിക്കൊരു 80,000 പ്രോഫിറ്റ് ഉണ്ടാക്കാനേ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ എൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്? ഗുഡ് ആണോ ബാഡ് ആണോ? കുറച്ച് ബാഡാണ്. ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ? അൺഫേവറബിൾ ആണ്. എത്രത്തോളം അൺഫേവറബിൾ ആണ്? 1 lakh അല്ലേ ബഡ്ജറ്റ് ചെയ്തിട്ട് 80,000 ആണ് ഉണ്ടാക്കാൻ പറ്റിയത്. സോ 20,000 കുറവല്ലേ? സോ 20,000 എനിക്ക് എന്താണ്? അൺഫേവറബിൾ ആണ് അല്ലേ? യെസ്. സോ അപ്പോൾ നമ്മുടെ പെർഫോമൻസ് അല്ലേ ഫേവറബിൾ ആണോ? ഗുഡ്. ഫേവറബിൾ മീൻസ് ബെറ്റർ, അൺഫേവറബിൾ മീൻസ് മോശം. അപ്പോൾ ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ? അതുപോലെ തന്നെ അല്ലേ മീൻസ് നമ്മളൊരു ബിഫോർ ദ ഇയർ, ഒരു ഇയറിന് മുന്നേ നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കും. ഒരു ബഡ്ജറ്റ് എപ്പോഴാണ് തയ്യാറാക്കുക? അഡ്വാൻസ് ആയിട്ട് ബിഫോർ ദ ഇയർ. സോ ഒരു ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ആക്ച്വൽ റിസൾട്ടും കിട്ടും. സോ ഈ ബഡ്ജറ്റും അതേപോലെ തന്നെ ആക്ച്വൽ റിസൾട്ടും ഞാൻ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. എന്നിട്ട് എൻ്റെ പെർഫോമൻസ് ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണെന്ന് ഞാൻ മുൻകൂട്ടി എന്ത് ചെയ്യും? ഡിറ്റർമൈൻ ചെയ്യും. എന്നിട്ട് അൺഫേവറബിൾ ആണെങ്കിൽ എന്തുകൊണ്ട് അൺഫേവറബിൾ ആയി, ഫേവറബിൾ ആയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഫേവറബിൾ ആയി, അതിൻ്റെ റീസൺസ് എന്താണ്. സോ പ്രോബ്ലംസ് ഏരിയാസ് കണ്ടുപിടിക്കുന്നു, അത് കറക്റ്റ് ചെയ്യുന്നു, എന്നിട്ട് എൻ്റെ കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. എന്നാലേ എൻ്റെ കമ്പനിക്ക് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. എന്തുണ്ടാവുള്ളൂ? കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. സോ വെറുതെ നിങ്ങളൊരു എക്സാം എഴുതി നിങ്ങളൊരു 100 മാർക്കിൽ ഒരു ഫോർ എക്സാമ്പിൾ 90 മാർക്ക് കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ ബഡ്ജറ്റ് ചെയ്തത്. നിങ്ങൾക്ക് കിട്ടിയത് 60 മാർക്കാണ്. ക്ലിയർ? അപ്പം നിങ്ങൾ അനലൈസ് ചെയ്യണം എന്തുകൊണ്ടാണ് 30 മാർക്ക് 90 വിചാരിച്ചിട്ട് എനിക്ക് കിട്ടിയത് 60 മാർക്കാണ്. സോ ഏകദേശം ഒരു 30 മാർക്കോളം കുറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം എന്താണ്? ഞാൻ പഠിക്കാത്തത് കൊണ്ടാണോ, എക്സാമിനേഷൻ ടഫ് ആയതുകൊണ്ടാണോ എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. എന്നിട്ട് അത് നിങ്ങളെ പ്രശ്നം, നിങ്ങളെ വീക്ക് ഏരിയാസ് ഏതൊക്കെയെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, അത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം. എന്നാലാണ് അടുത്ത എക്സാംസിന് നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ സെയിം തമ്മിൽ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ബിഫോർ ദി ഇയർ ബഡ്ജറ്റ് ഉണ്ടാക്കും, ആഫ്റ്റർ ദി ഇയർ നിങ്ങളുടെ ആക്ച്വൽ റിസൾട്ട് കിട്ടും, ആൻഡ് യു ആർ കമ്പയറിംഗ് ദിസ് ബഡ്ജറ്റ് വിത്ത് ആക്ച്വൽ റിസൾട്ട് ആയിട്ട് കമ്പയർ ചെയ്യുന്നു.
എന്നിട്ട് നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങൾ അല്ലേ ഫേവറബിൾ ആണ് അൺഫേവറബിൾ ആണെന്ന് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് പ്രോബ്ലംസ് ഏരിയാസ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നു, അത് നിങ്ങൾ കറക്റ്റ് ചെയ്യുന്നു. എന്നാലേ നിങ്ങളുടെ കമ്പനിക്ക് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. സോ അതൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. സെക്ഷൻ സിയിൽ പഠിക്കുന്നത് നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസ് മെഷർ ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ബഡ്ജറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് മെഷർ ചെയ്യുക. എന്നിട്ട് നമ്മുടെ വീക്ക് ഏരിയാസ് പ്രോബ്ലംസ് ഏരിയാസ് കണ്ടുപിടിക്കുക, അത് കറക്റ്റ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ സി പെർഫോമൻസ് മാനേജ്മെന്റിൽ നമ്മൾ പഠിക്കുന്നത്. മനസ്സിലായി വിചാരിക്കുന്നു. യെസ്. സോ അടുത്തതാണ് സെക്ഷൻ ഡി, കോസ്റ്റ് മാനേജ്മെന്റ്. കോസ്റ്റ് മീൻസ് എന്താ അല്ലേ, ചെലവ് എന്നൊക്കെ പറയും. ക്ലിയർ. സോ നമുക്ക് കോസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ മെയിൻലി പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കുക. എന്താ പ്രൊഡക്റ്റ്, ഒരു സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്നത് പ്രൊഡക്റ്റ് ആണ്. ക്ലിയർ. ഒരു വക്കീലിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ കയ്യിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഒരു സർവീസ് ആണ്. ക്ലിയർ. അപ്പോൾ ഒന്നിങ്ങനെ നമ്മുടെ കമ്പനി ഒരു പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യുന്ന കമ്പനി ആവാം, അല്ലെങ്കിൽ ഒരു സർവീസ് കൊടുക്കുന്ന കമ്പനി ആവാം. എന്തായാലും പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും അതിനൊക്കെ എന്ത് വരുന്നുണ്ട് മക്കളെ, കോസ്റ്റ് വരുന്നുണ്ട്. സോ ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഒരു സർവീസിന്റെ കോസ്റ്റ് എത്രയെന്ന് കണ്ടുപിടിക്കുന്നതിനാണ് എന്ത് വിളിക്കുക, കോസ്റ്റ് മാനേജ്മെന്റ്. ഫോർ എക്സാമ്പിൾ ഞാൻ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എത്രയെന്ന് അറിഞ്ഞാലാണ് അത് എത്ര എമൗണ്ടിന് വിൽക്കണം എന്ന് എനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഈ ഒരു പെൻ, നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടാവും ഈ ഒരു പെൻ, ഈ ഒരു പെന്നിന് ഉണ്ടാക്കാൻ എത്ര കോസ്റ്റ് ആയി എന്ന് അറിഞ്ഞാലാണ് ഈ പെൻ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്ന് എനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സ്വർണ്ണ പറഞ്ഞേ, കോസ്റ്റ് ഒരു സാധനത്തിന്റെ കോസ്റ്റ് എത്രയെന്ന് അറിഞ്ഞാലല്ലേ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്ന് എനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സ്വർണ്ണ പറഞ്ഞേ യെസ് അല്ലേ. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എത്രയെന്ന് കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ കോസ്റ്റ് മാനേജ്മെന്റിൽ പഠിക്കുന്നത് മെയിൻ ആയിട്ട്. ക്ലിയർ. സോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കേ, ഇത് ചെറിയ ടാസ്ക് ആണോ? അല്ല, ഇത് ചെറിയൊരു പണിയല്ല, വലിയ ടാസ്ക് ആണ്. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കേ, സിമ്പിൾ പ്രൊഡക്റ്റ് പറയാം. ഒരു ടേബിൾ ഉണ്ടാക്കണം, ഒരു വുഡ് കൊണ്ടുള്ള വുഡൻ ടേബിൾ ഉണ്ടാക്കണം. എന്തെല്ലാം കോസ്റ്റ് വരും നിങ്ങളൊന്ന് പറഞ്ഞേ, ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എന്തെല്ലാം കോസ്റ്റ് വരും? വുഡിൻ്റെ പൈസ വരും, ഉണ്ടാക്കേണ്ട കാർപ്പൻറ്റർ പൈസ വരും. ഓരോന്ന് പറഞ്ഞു നോക്കിയേ. യെസ്. അതുപോലെ തന്നെ അവിടെ സൂപ്പർവൈസറൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെ, പണിയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നോക്കി നടക്കാൻ സൂപ്പർവൈസർ ഉണ്ടെങ്കിൽ അവൻ്റെ സാലറി കൊടുക്കണം. ഇത് റോഡ് സൈഡിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റില്ല, അപ്പോൾ റൂം റെൻറ്റിന് എടുക്കണം, അപ്പോൾ അതിൻ്റെ റെൻറ്റ് കൊടുക്കണം. പിന്നെ ആ റൂമിൻ്റെയും അതുപോലെ തന്നെ മെഷീൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി വരും, അത് കൊടുക്കണം. പിന്നെ പെയിൻ്റ് ഒക്കെ അടിക്കുന്നുണ്ടെങ്കിൽ പെയിൻറ്റിന് ചാർജ് വരും. പോളിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ പോളിഷിങ്ങിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അങ്ങനത്തെ ചിലവുകൾ വരും അല്ലേ. പിന്നെ മിഷനറീസ് വാങ്ങണമെങ്കിൽ മിഷനറിയുടെ വില വരും. പിന്നെ ആണി അതുപോലെ തന്നെ ഗമ്മ് അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വരും. സോ ഒരുപാടുണ്ട് അല്ലേ. സ്വർണ്ണ പറഞ്ഞ് പിന്നെ ഇങ്ങോട്ട് അല്ലെ, ഇപ്പോൾ സാധനങ്ങളൊക്കെ എവിടെ നിന്ന് ബാംഗ്ലൂരിന്നോ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലാണ് കൊണ്ടുവരുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും അല്ലേ, നമ്മളുടെ അത് കൊടുക്കണം. സോ ഒരുപാടുണ്ട് ചുരുക്കി പറഞ്ഞാൽ. സ്വർണ്ണ പറഞ്ഞേ യെസ്. സോ നമ്മളിതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഒരു ടേബിളിന് എത്ര കോസ്റ്റ് നമ്മൾ അക്യൂറേറ്റ് ആയിട്ട് ഫൈൻഡ് ചെയ്യണം. എന്നാലാണ് ആ ടേബിൾ എത്ര രൂപയ്ക്ക് വിൽക്കുമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ കോസ്റ്റ് അക്യൂറേറ്റ് ആയിട്ട് ഫൈൻഡ് ചെയ്യുന്നതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. സെക്ഷൻ ഡി കോസ്റ്റ് മാനേജ്മെന്റിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് എന്തായാലും അടിപൊളിയായിട്ട് നന്നായിട്ട് പഠിക്കാം. ഇപ്പം ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ അടുത്തതാണ് സെക്ഷൻ ഈ ഇന്റേണൽ കൺട്രോൾ. ഈ രണ്ട് സെക്ഷൻസ് ഉണ്ടല്ലോ, ഇന്റേണൽ കൺട്രോളും ടെക്നോളജി അനലിറ്റിക്സും. ഇത് രണ്ടും പാർട്ട് 1 തിയറിറ്റിക്കൽ ടോപ്പിക്സ് ആണ്, അതായത് മീൻസ് തിയറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇന്റേണൽ കൺട്രോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്റേണൽ എന്ന് വെച്ചാൽ ഇൻസൈഡ് ദ കമ്പനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് വാല്യബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ട്, ഒരുപാട് വാല്യബിൾ ആയിട്ടുള്ള അസറ്റ്സ് ഉണ്ട്, ക്യാഷ് ഒക്കെ ഉണ്ട്. സോ ഇതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ പല മാനിപ്പുലേഷൻസും പല കറപ്ഷൻസും അല്ലെ പല കാര്യങ്ങളും നടക്കും. നമ്മൾ പല ന്യൂസ് പേപ്പറിലും പല സോഷ്യൽ മീഡിയാസിലും കേൾക്കലാണ് കമ്പനിയിൽ എത്ര ഫ്രോഡ് നടന്നു, ഇത്ര കാര്യങ്ങൾ നടന്നു, അങ്ങനെ നടന്നു, ഇങ്ങനെ പറ്റിക്കൽ നടന്നു എന്നൊക്കെ നമ്മൾ കേൾക്കാറുള്ളതാണ്. ക്ലിയർ. സോ ഇതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മുടെ കമ്പനിയിൽ പ്രോപ്പർ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടാവണം. ഏതെല്ലാം ജോലി ആരൊക്കെ ചെയ്യണം, ഈ സിസ്റ്റത്തിലോട്ട് ആർക്കൊക്കെയാണ് ആക്സസ് ഉള്ളത്, ഈ ഒരു റൂമിലോട്ട് ആർക്കൊക്കെയാണ് ആക്സസ് ഉള്ളത്, ആരൊക്കെ അങ്ങോട്ട് പോകാൻ പാടുണ്ട്, ആരൊക്കെ എന്തെല്ലാം ചെയ്യാൻ പാടുണ്ട്, ഓരോരുത്തരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, കറക്റ്റ് കോഡ് ഓഫ് അല്ലേ നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ തയ്യാറാക്കണം. എന്നാലേ നമ്മുടെ കമ്പനിയിലുള്ള കറപ്ഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്രോഡ് ആക്ടിവിറ്റീസ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിന് എങ്ങനെയൊക്കെ നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് ഇന്റേണൽ കൺട്രോൾ നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ. സോ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് സെക്ഷൻ എഫ് ടെക്നോളജി ആൻഡ് അനലിറ്റിക്സ്. ഓക്കെ, സോ അതിൽ നമ്മൾ പഠിക്കുന്നത് IT റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ നമ്മൾ ടെക്നോളജി അതിന് മാത്രം യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ എല്ലാ കാര്യത്തിനും നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാ, ടെക്നോളജിയാണ് അല്ലേ. അക്കൗണ്ടിങ് പോലും നമ്മൾ ടെക്നോളജി അല്ലേ സിസ്റ്റത്തിലും കാര്യങ്ങളിലൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. സോ എന്തെല്ലാം പുതിയ ടെക്നോളജീസ് ഉണ്ട്, അത് എങ്ങനെയൊക്കെ നമ്മൾ ടെക്നോളജി നമ്മുടെ കമ്പനിക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് അല്ലേ. ടെക്നോളജി കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. കാരണം ഒരുപാട് ഇൻഫർമേഷൻസ് വളരെ അല്ലേ ഇൻഫർമേഷൻസ് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഏത് ഇൻഫർമേഷൻസിന് വേണമെങ്കിലും നമുക്ക് ഈസിലി ആക്സസിബിൾ ആണ്. സോ അതൊക്കെ നമുക്ക് ബെനിഫിറ്റ്സ് ആണ്. പക്ഷേ ടെക്നോളജിയിലെ ഒരുപാട് പ്രശ്നങ്ങൾ, സിസ്റ്റം ഫെയിൽ ആവാം
അല്ലേ, സിസ്റ്റം ഡാമേജ് ആവാം, ഹാക്കിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം, ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്താൽ വൈറസ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സോ എന്തെല്ലാം അതൊക്കെ പഠിക്കുന്നുണ്ട്, അതൊക്കെ നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ് അല്ലേ ടെക്നോളജി അനാലിറ്റിക്സ്. സോ ഇതാണ് പാർട്ട് 1 ഓവറോൾ സിലബസ്. ക്ലിയർ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഷോർട്ടായിട്ട് പറഞ്ഞതാട്ടാ. ഒന്ന് ഫിനാൻഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കാന്ന്, മറ്റത് പ്ലാനും ബഡ്ജറ്റ്സ് ഒക്കെ തയ്യാറാക്കുന്നത്, പിന്നെ നമ്മളെ പെർഫോമൻസും അല്ലെ ബഡ്ജറ്റും പ്ലാനും തമ്മിൽ ബഡ്ജറ്റും ആക്ച്വലും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് പെർഫോമൻസ് മെഷർ ചെയ്യുക, പിന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്, പിന്നെ ഇന്റേണൽ കാര്യങ്ങൾ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം, പിന്നെ ലാസ്റ്റ് IT ടെക്നോളജി. ഓക്കെ, ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായാൽ മതി. ഓക്കെ, ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് എടുക്കുമ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ എടുക്കും. ഓക്കെ, സോ ഇനി അടുത്തത് പാർട്ട് 2ന്റെ പേരെന്താ ഒന്ന് വായിച്ചേക്കല്ലേ? സ്ട്രാറ്റജിക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. ഫൈനാൻസ് മീൻസ് ഫണ്ട്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒരു കമ്പനിയിലെ പൈസ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അതാണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. എനിവേ അതിലും 6 ടോപ്പിക്സ് വരുന്നുണ്ട്. സെക്ഷൻ A, സെക്ഷൻ B, സെക്ഷൻ C, സെക്ഷൻ D, സെക്ഷൻ E, സെക്ഷൻ F. സോ അതിൽ ഒന്നാമത്തെ സെക്ഷനാണ് ഏത്? സെക്ഷൻ A. സെക്ഷൻ എയുടെ പേര് എന്താണെന്ന് വായിച്ചു നോക്കിയേ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. ഓക്കെ, സോ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട് മക്കളെ? ഒന്ന് പറഞ്ഞേ. നമ്മൾ പാർട്ട് 1 സെക്ഷൻ എ പാർട്ട് 1ന്റെ സെക്ഷൻ എ ഫിനാൻഷ്യൽ റിപ്പോർട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ പഠിക്കും. ആ ഉണ്ടാക്കിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യാനാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. സെക്ഷൻ എ പഠിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. സോ നിങ്ങൾ എന്തിനാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, നമുക്ക് ഏത് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം. കാരണം ഒരു കമ്പനിയുടെ സിറ്റുവേഷൻ എന്താണ്, അല്ലെങ്കിൽ ആ കമ്പനിയുടെ പെർഫോമൻസ് എന്താണ്, അല്ലെങ്കിൽ ആ കമ്പനിയുടെ അവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ റിലയൻസ് കമ്പനിയുടെ ഇപ്പോൾ കറന്റ് സിറ്റുവേഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ എനിക്ക് ആ റിലയൻസ് കമ്പനിയുടെ ബിൽഡിംഗ് പോയി നോക്കിയാൽ മനസ്സിലാവുമോ? ആ റിലയൻസിൻ്റെ A to Z കാര്യം, ഇപ്പോൾ എല്ലാ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അനലൈസ് ചെയ്യാം. ഓക്കെ, സോ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് അനലൈസ് ചെയ്യാനാണ് നമ്മൾ സെക്ഷൻ എയിൽ പഠിക്കുന്നത്, പാർട്ട് 2 സെക്ഷൻ എയിൽ. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അനലൈസ് ചെയ്താലാണ് ആ കമ്പനിയുടെ പെർഫോമൻസ് എന്താണ്, അല്ലെങ്കിൽ കമ്പനിയുടെ അവസ്ഥ എന്താണ്, ലാഭത്തിലാണോ നഷ്ടത്തിലാണോ കടത്തിലാണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ക്ലിയർ? അതറിഞ്ഞാലാണ് നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളൊരു ബാങ്കിൽ ഒരു ബാങ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. സോ ഒരുപാട് ആളുകൾ നിങ്ങളോട് ലോൺ ചോദിച്ചിട്ട് വരും, ഒരുപാട് കമ്പനീസ് ലോൺ അപ്ലൈ ചെയ്യും. ക്ലിയർ? നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഒരു ബാങ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ബാങ്കിൽ ഒരു ഫിനാൻസ് മാനേജർ അല്ലെങ്കിൽ ഒരു ബാങ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവർക്കും ലോൺ കൊടുക്കുമോ? എല്ലാവർക്കും ലോൺ കൊടുത്താൽ ബാങ്ക് പൂട്ടി പോകേണ്ടി വരും. അപ്പോൾ ലോൺ തിരിച്ചെടുക്കാൻ കഴിവുള്ള കമ്പനികൾക്ക് ലോൺ കൊടുക്കുക. അപ്പോൾ ഒരു കമ്പനി നിങ്ങൾക്ക് ലോൺ തിരിച്ചെടുക്കാൻ കഴിവുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാവുക? അവരുടെ എന്ത് അനലൈസ് ചെയ്തിട്ട്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അനലൈസ് ചെയ്തിട്ട്. അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അനലൈസ് ചെയ്യുമ്പോൾ അവർക്ക് കടങ്ങളൊക്കെ കുറവാണ്, നല്ല ലാഭത്തിലാണ് കമ്പനി മുന്നോട്ട് പോകുന്നത്, അപ്പോൾ നമുക്ക് ലോൺ കൊടുക്കാം. ഓക്കെ, യെസ് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ലോൺ കൊടുക്കത്തില്ല. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് അനലൈസ് ചെയ്യാൻ പറ്റണം? ഏതൊരു കമ്പനിയുടെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അനലൈസ് ചെയ്യാൻ പറ്റണം. സപ്പോസ് നിങ്ങളുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട്. ക്ലിയർ? നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ആ കമ്പനിയെ കുറിച്ച് അറിയണ്ടേ? ആ കമ്പനിയെ കുറിച്ച് അറിഞ്ഞിട്ടല്ലേ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അറിയണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ എന്ത് അനലൈസ് ചെയ്യാൻ പറ്റണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അനലൈസ് ചെയ്യാൻ പറ്റണം. സോ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അനലൈസ് ചെയ്യുന്നത് എന്തിനാണ്? ഫോർ ഡിസിഷൻ മേക്കിംഗ്. എന്ത് ഡിസിഷൻ എടുക്കണമെങ്കിലും അല്ലെങ്കിൽ എന്ത് തീരുമാനം എടുക്കണമെങ്കിലും നമുക്ക് ആ കമ്പനിയുടെ പെർഫോമൻസ് അറിയണം. സോ അതിന് വേണ്ടി നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം. സോ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെയാണ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സെക്ഷൻ എയിൽ പഠിക്കുന്നത്. അതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. ഓക്കെ, സോ അടുത്തതാണ് മക്കളെ സെക്ഷൻ B, കോർപ്പറേറ്റ് ഫിനാൻസ്. സോ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനി അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ. ഫിനാൻസ് എന്ന് വെച്ചാൽ എന്താ? ഫണ്ട്. സോ ഒരു കമ്പനിയിൽ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും പഠിക്കുന്നതാണ് സെക്ഷൻ B, കോർപ്പറേറ്റ് ഫിനാൻസ്. ക്ലിയർ? സോ നോക്കിക്കേ, ഒരു കമ്പനിക്ക് ഫണ്ട് റേസ് ചെയ്യണം അല്ലേ? ഇതിൽ 2 കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഹൗ ടു റേസ് ദ ഫണ്ട് ആൻഡ് ഹൗ ടു യൂട്ടിലൈസ് ദ ഫണ്ട്. ഫണ്ട് റേസ് ചെയ്താൽ മാത്രം പോരാ, ഈ റേസ് ചെയ്ത ഫണ്ട് നമുക്ക് ബെസ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. എന്നാലാണ് നമുക്ക് ഈ ആളുകളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി അവർക്ക് റിട്ടേൺ കൊടുക്കാൻ പറ്റുള്ളൂ. ക്ലിയർ? സോ എങ്ങനെയൊക്കെ ഫണ്ട് റേസ് ചെയ്യാന്നുള്ളതും ഈ റേസ് ചെയ്ത ഫണ്ട് നമുക്ക് എങ്ങനെയൊക്കെ ബെസ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതും നമ്മൾ ഇവിടെ പഠിക്കുന്നത് സെക്ഷൻ B, കോർപ്പറേറ്റ് ഫിനാൻസിൽ പഠിക്കുന്നത്. മനസ്സിലായിരിക്കുന്നു? കോർപ്പറേറ്റ് ഫിനാൻസിൽ അതായത് നമുക്ക് എങ്ങനെയൊക്കെ ഫണ്ട് റേസ് ചെയ്യാം? ലോൺ യൂസ് ചെയ്യാം, ലോണിലൂടെ ഫണ്ട് റേസ് ചെയ്യാം, ഷെയർ, ഡിബെഞ്ചർ, ബോണ്ട്. ഇതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. അതൊക്കെ എന്താ നമ്മൾ എടുക്കുമ്പോൾ പറയുമ്പോൾ ജസ്റ്റ് അറിയുന്നവരെന്ന് മനസ്സിലാക്കുക അല്ലേ? ഇതൊക്കെ ഫണ്ട് റേസ് ചെയ്യുന്ന രീതികളാണ്. ഷെയർ മാർക്കറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ല? അതിലൂടെ ഷെയറൊക്കെ ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യാം. ഡിബെഞ്ചറിലൂടെ ഫണ്ട്. എന്താ ഡിബെഞ്ചർ? അറിഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഇതൊക്കെ ഷെയർ പോലത്തെ സംഭവം തന്നെയാണ്, നമുക്ക് പറയാം. ഓക്കെ, ഷെയർ പോലത്തെ അല്ല, വ്യത്യാസമുണ്ട്, എന്നാലും പറയാം. അങ്ങനത്തെ സംഭവമാണ്. ലോണിലൂടെ ഒക്കെ ഫണ്ട് റേസ് ചെയ്യാം. ഫുള്ള് ലോണായ ബുദ്ധിമുട്ടല്ലേ? ഫുള്ള് ലോൺ ആയാൽ ലോൺ തിരിച്ചടക്കാൻ പറ്റിയില്ലെങ്കിൽ കമ്പനി ജപ്റ്റ് ചെയ്യും, കമ്പനി പൂട്ടി പോകും. ക്ലിയർ?
ഇന്ന് ഫുള്ള് ഷെയർ ആയാലും പ്രശ്നമാണ്. ഫുള്ള് ഷെയർ ആയാലും എന്താ പ്രശ്നം? ഫുള്ള് ഷെയർ ആയാലും നമ്മുടെ കമ്പനിയിൽ ഒരുപാട് ഷെയർസ് ഇഷ്യൂ ചെയ്താൽ ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ആവും. ഷെയർ ഹോൾഡേഴ്സ് വെച്ചാൽ ഓണേഴ്സ് ആവും. അപ്പോൾ അവരൊക്കെ നമ്മുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആയിട്ട് മാറിയാൽ നമ്മുടെ കമ്പനിയുടെ ലാഭം അവർക്കൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറഞ്ഞു പോകും. ക്ലിയർ? അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. സോ നമ്മുടെ കമ്പനിക്ക് എങ്ങനെയൊക്കെ ഫണ്ട് റേസ് ചെയ്യാം, ഈ റേസ് ചെയ്ത ഫണ്ട് എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാം, ദ ബെസ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം, അങ്ങനെ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ ബി, കോർപ്പറേറ്റ് ഫിനാൻസ്. ഓക്കെ, യെസ്. അതിനടുത്തതാണ് മക്കളെ സെക്ഷൻ സി, ബിസിനസ് ഡിസിഷൻ അനാലിസിസ്. ബിസിനസ് ഡിസിഷൻ അനാലിസിസ്. സോ ഒരു മാനേജറായിട്ട് നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് എന്തെടുക്കേണ്ടി വരും? ഡിസിഷൻസ് എടുക്കേണ്ടി വരും. നിങ്ങൾ ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ക്ലിയർ? യെസ്. സോ എന്തൊക്കെയാണ് ഡിസിഷൻസ്? നമ്മൾ എത്ര എമൗണ്ട് അഡ്വർടൈസ്മെൻറ്റ് സ്പെൻഡ് ചെയ്യണം അത് തീരുമാനിക്കണം. എത്ര എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യണം, എംപ്ലോയീസിന് എത്ര സാലറി കൊടുക്കണം, ഏതെല്ലാം പുതിയ ബ്രാഞ്ചസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം, ഈ റണ്ണിങ് ബിസിനസ്സിൽ ഏതെങ്കിലും ബ്രാഞ്ചസ് നമുക്ക് ഡൗൺ ചെയ്യണോ, പുതിയ പ്രൊഡക്റ്റ് ആഡ് ഓൺ ചെയ്യണോ, എത്ര പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര പ്രൊഡക്റ്റ് നമ്മൾ സെല്ല് ചെയ്യണം, എത്ര സെല്ല് ചെയ്യേണ്ടത്, എത്ര പ്രൈസിനായിരിക്കണം സെല്ല് ചെയ്യേണ്ടത്, എവിടുന്ന് മെറ്റീരിയൽ വാങ്ങണം, ഇങ്ങനത്തെ ഒരുപാട് ഡിസിഷൻസ് ആസ് എ മാനേജർ നിങ്ങൾ എടുക്കേണ്ടി വരും. നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ തെറ്റിയാൽ നിങ്ങളുടെ കമ്പനി ഫ്ലോപ്പ് ആവും. സോ നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് ബെസ്റ്റായിട്ട് നമ്മുടെ കമ്പനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസിഷനാണ് നമ്മൾ എടുക്കേണ്ടത്. സോ നമ്മുടെ എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാം എന്നുള്ളതാണ് ഇവിടെ പഠിക്കുന്നത്. ബിസിനസ് ഡിസിഷൻ അനാലിസിസ് നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ? ഞാൻ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. ഏതൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ നമ്മൾ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തണം. എന്ത്? കോസ്റ്റ് ബെനിഫിറ്റ്, കോസ്റ്റ് ആൻഡ് വേഴ്സസ് ബെനിഫിറ്റ്. സോ ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് എത്രത്തോളം കോസ്റ്റ് വരുമെന്നുള്ളതും അതിൽ നിന്ന് നമുക്ക് എത്രത്തോളം ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. സോ കോസ്റ്റിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ നമുക്കത് എന്ത് ചെയ്യാം? ഇംപ്ലിമെൻറ്റ് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം. നേരെ മറിച്ച് കോസ്റ്റിനേക്കാൾ കുറവാണ് ബെനിഫിറ്റ് എന്നുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യൂല? വർക്കൗട്ട് ചെയ്യില്ല, ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല. സോ ഓരോ കാര്യത്തിൻ്റെയും കോസ്റ്റും ബെനിഫിറ്റും കമ്പയർ ചെയ്തിട്ട് കോസ്റ്റിനേക്കാൾ കൂടുതൽ എന്തുണ്ടാവണം? ബെനിഫിറ്റ് ഉണ്ടാവണം, എന്നാലേ നമ്മൾ വർക്കൗട്ട് ചെയ്യുള്ളൂ, ഇംപ്ലിമെൻറ്റ് ചെയ്യുള്ളൂ. ക്ലിയർ? സോ ഒരു ഡിസിഷൻ എങ്ങനെയാണ് എടുക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. പാർട്ട് 2 സെക്ഷൻ സിയിൽ ബിസിനസ് ഡിസിഷൻ അനാലിസിസിൽ പഠിക്കുന്നത്. സോ എനിവേ അടുത്തതാണ് റിസ്ക് മാനേജ്മെന്റ്, എന്റർപ്രൈസ് റിസ്ക് മാനേജ്മെന്റ്. ഓക്കെ, സോ എനിവേ വളരെ സിമ്പിളാണ്. നമ്മുടെ കമ്പനി ഒരുപാട് ടൈപ്സ് ഓഫ് റിസ്ക് ഫേസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ഒരുപാട് റിസ്ക് ഫേസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഒരു ഗവൺമെന്റ് ഒരുപാട് റിസ്ക് ഫേസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ കമ്പനിയും ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക് ഫേസ് ചെയ്യുന്നുണ്ട്. സോ ഓരോ റിസ്ക് നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ പഠിക്കുന്നത്. എന്റർപ്രൈസ് റിസ്ക് മാനേജ്മെന്റ് പാർട്ട് 2 സെക്ഷൻ ഡിയിൽ പഠിക്കുന്നത്. സോ അതിൽ പഠിക്കുന്നത് എന്തെല്ലാം ടൈപ്സ് ഓഫ് റിസ്ക് ആണ് നമ്മുടെ കമ്പനി ഫേസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്, ഓരോ റിസ്ക് നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് പഠിക്കുന്നത്. ക്ലിയർ? ഫോർ എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ പറയട്ടെ. ഇൻഷുറൻസ് എടുക്കാറില്ല നമ്മൾ? ഇൻഷുറൻസ് എടുക്കാറുണ്ട്. ലൈഫ് ഇൻഷുറൻസ്, വെഹിക്കിൾ ഇൻഷുറൻസ്, ബിൽഡിംഗ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കാറുണ്ട്. ഈ ഇൻഷുറൻസ് എടുക്കുന്നത് ആക്ച്വലി ഒരു റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജി അല്ലേ? കാരണം എന്താ? ഇൻഷുറൻസ് എടുത്താൽ നമ്മൾ ഏറെക്കുറെ സേഫ് അല്ലേ മക്കളെ? എസ്സോന്ന് പറഞ്ഞേ, കുറേ നമുക്ക് ഇൻ കേസ് നമ്മുടെ വെഹിക്കിൾ ആക്സിഡന്റ് ആയി, അപ്പോൾ കുറച്ച് പൈസ ഇവിടെ നിന്ന് കിട്ടും, ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് കിട്ടും. സോ ഇൻഷുറൻസ് എടുക്കുന്നത് നമ്മൾ ഏറെക്കുറെ സേഫ് അല്ലേ? സോ നമ്മൾ എങ്ങനെയൊക്കെ നമ്മുടെ റിസ്ക് മാനേജ് ചെയ്യാം എന്നുള്ളത് പഠിക്കുന്നതാണ് എന്ത്? റിസ്ക് മാനേജ്മെന്റ്. സോ ഇൻഷുറൻസ് എടുക്കുന്നത് ആക്ച്വലി ഒരു റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജിയാണ്, റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജിയാണ്. സോ നമ്മുടെ കമ്പനി എന്തെല്ലാം ടൈപ്സ് ഓഫ് റിസ്ക് ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഈ ഓരോ റിസ്ക് നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാമെന്നുള്ളതുമാണ് ഇവിടെ പഠിക്കുന്നത്, എന്റർപ്രൈസ് റിസ്ക് മാനേജ്മെന്റിൽ പഠിക്കുന്നത്. ഓക്കെ, യെസ്. സോ അടുത്തതാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, സെക്ഷൻ ഇ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. അതിൽ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനി അല്ലെ, നമ്മുടെ കമ്പനിയുടെ കയ്യിൽ വെച്ചാൽ ക്യാഷ് ഉണ്ടെന്ന് വെച്ചോ. സോ നമുക്കത് പ്രോഫിറ്റബിൾ പ്രൊജക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. സോ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. പ്രൊജക്ട് എ ഉണ്ടാകും, പ്രൊജക്ട് ബി ഉണ്ടാകും, പ്രൊജക്ട് സി ഉണ്ടാകും, പ്രൊജക്ട് ഡി ഉണ്ടാകും. അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അവൈലബിൾ ആകും. നിങ്ങൾ കാണുന്ന എല്ലാ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യോ? ഇല്ല. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകുമെന്ന് തോന്നുന്ന, നല്ല രീതിയിൽ ലാഭം കിട്ടുന്ന, റിസ്ക് കുറഞ്ഞ ബിസിനസ് നോക്കിയിട്ടായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അല്ലേ? സോ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ക്ലിയർ? നമ്മൾ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫ്ലോപ്പ് ആയാൽ എന്താവും മക്കളെ? നമ്മൾ ഫുൾ ലോസ് ആവില്ലേ അല്ലേ? അപ്പം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ വളരെ നന്നായിട്ട് ഡിസിഷൻ എടുക്കണം. കാരണം ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ ചെറിയ കാര്യമാണോ വലിയ കാര്യമാണോ? നിങ്ങൾ പറ. ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ്. കാരണം നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയ ക്യാഷ് ആയിരിക്കും, അതാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ നല്ല രീതിയിൽ സ്റ്റഡി നടത്തിയിട്ടായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ക്ലിയർ? സോ ഒരു സക്സസ്ഫുൾ ബിസിനസ് അല്ലെങ്കിൽ സക്സസ്ഫുൾ പ്രൊജക്റ്റ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക, അത് സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുക, ഒരു പ്രൊജക്റ്റിനെ അനലൈസ് ചെയ്യാനും കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ ഇതിൽ പഠിക്കുന്നത്. ക്ലിയർ? സോ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഡൈവേഴ്സിഫിക്കേഷൻ. എന്താ ഡൈവേഴ്സിഫിക്കേഷൻ? നമ്മുടെ കയ്യിലുള്ള ഫുൾ ക്യാഷ് കൊടുത്തിട്ട് ഒരു സിംഗിൾ ബിസിനസ്സിലാണ് ഇട്ട് കൊടുത്ത എന്താ അവസ്ഥ?
ആ ബിസിനസ്സാണ് ഫ്ലോപ്പ് ആയാൽ ഫുൾ ഫ്ലോപ്പായി. നേരെ മറിച്ച് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് അല്ലേ ചെറിയ എമൗണ്ട് വെച്ചിട്ട് പല ഡിഫറെൻറ്റ് സെക്ടറിൽ ഡിഫറെൻറ്റ് ബിസിനസ്സിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു ബിസിനസ് ഇൻ കേസ് ഫ്ലോപ്പ് ആയാലും നമുക്ക് പേടിക്കണ്ട, നമുക്ക് വേറെ ഒരുപാട് ബിസിനസ്സുകളുണ്ട് അല്ലേ, നമ്മൾ സേഫാണ്. നേരെ മറിച്ച് ഫുൾ പൈസ ഒരു സിംഗിൾ ബിസിനസ്സിൽ ഇട്ട് കൊടുത്താൽ പണിയല്ലേ. യെസ്, അപ്പോൾ നമ്മൾ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതും എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതും ഏത് പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതും സോ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ ചൂസ് ചെയ്യാം, ഒരു സക്സസ്ഫുൾ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റബിൾ പ്രൊജക്റ്റ് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതൊക്കെയാണ് ഇവിടെ പഠിക്കുന്നത്. സെക്ഷൻ ഈ അല്ലേ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് സെക്ഷനാണ് പ്രൊഫഷണൽ എത്തിക്സ്. ഓക്കെ, പാർട്ട് 2 ലാസ്റ്റ് സെക്ഷനാണ് പ്രൊഫഷണൽ എത്തിക്സ്. ഈ പ്രൊഫഷണൽ എത്തിക്സിൽ നമ്മൾ എന്താ പഠിക്കുന്നത്, പാർട്ട് 2 ലാസ്റ്റ് സെക്ഷനാണ് പ്രൊഫഷണൽ എത്തിക്സ്. സോ അതിൽ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രൊഫഷണൽ എത്തിക്സിൽ നമ്മൾ പഠിക്കുന്നത് നോക്കിക്കേ, നിങ്ങൾ പാർട്ട് 1 പാസ്സായി, പാർട്ട് 2 പാസ്സായി, സോ CMA കംപ്ലീറ്റഡ് ആയി. സോ നിങ്ങളൊരു കമ്പനിയിൽ ഒരു മാനേജ്മെന്റ് സെക്ടറിലെ ഒരു കമ്പനിയിലെ മാനേജറായിട്ട് ഏതെങ്കിലും മാനേജ്മെന്റ് സെക്ടറിൽ ഞാൻ പറഞ്ഞ ഫിനാൻസ് മാനേജറോ അക്കൗണ്ടിങ് മാനേജറോ മാർക്കറ്റിംഗ് മാനേജറോ പ്രൊഡക്ഷൻ മാനേജറോ HR മാനേജറോ അല്ലെങ്കിൽ CEO CFO അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ഒരുപാട് എത്തിക്സ് മീൻസ് എന്താ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നുള്ളതാണ്. ക്ലിയർ, നമ്മൾ എങ്ങനെയെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു പോലീസ് ആണെങ്കിൽ പോലീസ് ഫോളോ ചെയ്യേണ്ട എത്തിക്സ് ഉണ്ട്, ഒരു അല്ലേ ഒരു ടീച്ചർ ആണെങ്കിൽ ടീച്ചർ ഫോളോ ചെയ്യേണ്ട എത്തിക്സ് ഉണ്ട്, ഒരു ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ ഫോളോ ചെയ്യേണ്ട എത്തിക്സ് ഉണ്ട്. അതേപോലെ നിങ്ങളൊരു കമ്പനിയിലെ മാനേജ്മെന്റ് ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. സോ ആ ഒരു എത്തിക്സ് പ്രകാരമായിരിക്കണം നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. സോ നിങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്, എന്തെല്ലാം ചെയ്യാൻ പാടുണ്ട്, എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പഠിക്കുന്നത്. സെക്ഷൻ F പ്രൊഫഷണൽ എത്തിക്സിൽ പഠിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ പാർട്ട് 1 പാർട്ട് 2 സിലബസ്. സോ പാർട്ട് 2 ഒന്നാമത്തെ സെക്ഷനെ പാർട്ട് 2 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യുക, പിന്നെ നമ്മുടെ കമ്പനിയിലെ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഡിസിഷൻസ് എടുക്കുന്ന കാര്യങ്ങൾ, റിസ്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാമെന്നുള്ളതും റിസ്കിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളതും, ആൻഡ് ദ ലാസ്റ്റ് 1 എത്തിക്സ്, ഇത് അല്ലേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇതാണ് നമ്മുടെ സിലബസ്. സോ മക്കളെ ഇപ്പം ജസ്റ്റ് ബ്രീഫായിട്ട് അല്ലേ ഷോർട്ടായിട്ടാണ് പറഞ്ഞത്. ഇത് ഇനി ഓരോന്ന് എടുക്കുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അടിപൊളിയായിട്ട് കവർ ചെയ്യും. ഓക്കെ, ഇപ്പം ജസ്റ്റ് ഒരു ബ്രീഫ് അല്ലെങ്കിൽ ഒരു ബ്രീഫ് ഇൻട്രോ മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്ക് സിലബസ് തുടങ്ങുമ്പോൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇതിൽ ഏറെക്കുറെ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ചെറിയ ക്ലാസ്സുകൾ നിങ്ങൾ മേ ബി പഠിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവില്ല. ഇനി പഠിച്ചാലും പ്രശ്നമില്ല, പഠിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, ഇനി എന്താണെങ്കിലും പ്രശ്നമില്ല. പക്ഷേ ക്ലാസ് നമ്മൾ അല്ലേ ഇന്ന് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. സോ ഇന്ന് മുതൽ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അല്ലേ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുക, ചോദിക്കാത്തത് അല്ലേ മനസ്സിലാവാത്തത് നിങ്ങൾ ഒന്നും കൂടി കേട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നോട് എനി ടൈം നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. നല്ല അടിപൊളിയായിട്ട് ഒരു മടി വിചാരിക്കേണ്ട. ഞാനും അല്ലേ നിങ്ങളൊക്കെ ഇപ്പോൾ ഒന്നാണ്, നമ്മളൊരു ടീം വർക്കാണ്. സോ നമുക്കിത് പാസ്സായേ പറ്റൂ. സോ നല്ല അടിപൊളിയായിട്ട് പഠിച്ച് പാസ്സാവാം, അത്രേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. യെസ്, സോ നമുക്ക് അടുത്തിലൂടെ മുന്നോട്ട് പോകാം. സോ അടുത്ത നമ്മുടെ ക്ലാസ്സിൻ്റെ രീതി, നമ്മുടെ ക്ലാസ്സിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളാണ് ജസ്റ്റ് പറഞ്ഞു തരുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക നമ്മുടെ ക്ലാസ്സസ് എങ്ങനെയാണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക നല്ലതാണ്. നമ്മുടെ ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ, നോക്കൂ നമുക്ക് ക്ലാസ്സസിൽ നമ്മൾ ആദ്യം നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളിപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് നിങ്ങളിപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേപോലത്തെ നല്ല അടിപൊളി റെക്കോർഡഡ് ക്ലാസ്സസ് എൻ്റെ തന്നെ ക്ലാസ്സസ് ബെസ്റ്റ് ആയിട്ട് നമ്മൾ മാക്സിമം നല്ല ഹൈ ക്വാളിറ്റിയിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലുള്ള ക്ലാസ്സസ് ഞാൻ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ഈ റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് എനി നമ്പർ ഓഫ് ടൈംസ് വാച്ച് ചെയ്യാം. ക്ലിയർ, എനി ടൈം എനി നമ്പർ ഓഫ് ടൈം വാച്ച് ചെയ്യാം. വാച്ച് ചെയ്തതിനെ വീണ്ടും വാച്ച് ചെയ്യാം. പെർഫെക്റ്റ്ലി നിങ്ങളുടെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അത്രയും എന്താക്കാം അല്ലേ റിജിഡ് ആക്കുക എന്നുള്ളതാണ്. ക്ലിയർ, റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. റെക്കോർഡ് ക്ലാസ്സസ് മാത്രമല്ല നമ്മൾ അതിൻ്റെ പുറമെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യും. നിങ്ങളുടെ ഡൗട്ട് ചോദിക്കാനും അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനും ഒക്കെ നമ്മൾ ലൈവ് ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ, ആൻഡ് അതുപോലെ തന്നെ ഓരോ ടോപ്പിക്സ് ഓരോ സെക്ഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആവുന്നതനുസരിച്ച് നമ്മൾ ഓൺലൈനിലൂടെ തന്നെ സെക്ഷൻ വൈസ് എക്സാംസും നടത്തും. ക്ലിയർ, കൃത്യമായിട്ട് നമ്മൾ എക്സാംസും ടൈം ലിമിറ്റൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് അതിനുള്ള സിസ്റ്റംസ് ഒക്കെ നമുക്കുണ്ട്. നമ്മൾ എക്സാംസും നിങ്ങൾക്ക് നടത്തും. ക്ലിയർ, ഇനി ഓരോ ടോപ്പിക്സും കംപ്ലീറ്റ് ആകുമ്പോൾ ഓരോ എക്സാംസും ക്ലാസ്സും ഒക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ഫൈനലി നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സസ് മസ്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യും. എക്സാമിനേഷന് മുന്നേ റിവിഷൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ 2, 3, 4 മോക്ക് എക്സാംസ് നമ്മൾ നടത്തും. ക്ലിയർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് നടത്തും, മെൻറ്ററിങ് സപ്പോർട്ട്സ് ഉണ്ടാകും. എല്ലാ തരത്തിലുള്ള ഡൗട്ട്സ് ക്ലിയറൻസും എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതായത് നിങ്ങൾക്ക് എക്സാം പാസ്സാവാൻ വേണ്ടി എന്തെല്ലാം ചെയ്തു തരണോ ഇത് ഒക്കെ നമ്മൾ ചെയ്തു തരും. ഇതൊക്കെയാണ് നമ്മൾ മെനുവിൽ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഇതെല്ലാം അതിൻ്റെ അപ്പുറം വേണമെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. കാരണം നമ്മുടെ പർപ്പസ് എന്ത് തന്നെ തന്നാലും വേണ്ടിയില്ല, എന്ത് തന്നെ റിസ്ക് എടുത്താലും വേണ്ടിയില്ല, നിങ്ങൾ പാസ്സാവണം. ക്ലിയർ, ഇതാണ് നമ്മുടെ ഒരു അക്കാദമിക് പ്ലാൻ എന്ന് പറയുന്നത്. ക്ലിയർ, റെക്കോർഡ് ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സസ്, ഡൗട്ട് ക്ലിയറൻസ്, സെക്ഷൻ വൈസ് എക്സാംസ്, മോക്ക് എക്സാംസ്, അതുപോലെ തന്നെ ഫൈനൽ റിവിഷൻ ക്ലാസ്സസ്, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് മക്കളെ നിങ്ങൾ നിങ്ങളുടെ ഫൈനൽ എക്സാംസിന് പോവുക.
ക്ലിയർ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സുകളൊക്കെ കഴിഞ്ഞെല്ലാം ഫിൽട്ടർ ചെയ്ത് ഇനി ഒന്നും തന്നെ ബാക്കിയില്ല, എല്ലാം പെർഫെക്റ്റ്, എല്ലാം സെറ്റാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഫൈനൽ എക്സാംസിന് പോവുക. സോ ഈ ഒരു കാര്യം ഇത് പാർട്ട് 1 ആണെങ്കിലും പാർട്ട് 2 ആണെങ്കിലും ഒക്കെ ഇതേ സ്റ്റെപ്സാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് എടുക്കുന്ന ഡ്യൂറേഷൻ എന്ന് വെച്ചാൽ 1 വർഷമാണ് എടുക്കുന്നത്. ക്ലിയർ. നമുക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനും സ്റ്റഡി ലീവും എക്സാമിനേഷൻ ടൈമും റിസൾട്ട് വെയിറ്റിങ്ങും എല്ലാത്തിനും കൂടിയായിട്ട് നമുക്ക് പാർട്ട് 1നും പാർട്ട് 2നും ടോട്ടൽ എക്സാം CMA കംപ്ലീറ്റ് ആവാൻ നമുക്ക് എടുക്കുന്ന ഡ്യൂറേഷൻ 1 ഇയർ ആണ്. ക്ലിയർ. ഈ 1 ഇയറിൽ നമ്മളൊന്ന് റിസ്ക് എടുത്താൽ നമുക്ക് അടിപൊളിയായിട്ട് മക്കളെ പാസ്സാവാം. റിസ്ക് എടുക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ഓവർ റിസ്ക് എടുക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ സിസ്റ്റമാറ്റിക് ആവുക. ചിലപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല, ഇതുവരെ നമ്മളൊരു ബിലോ ആവറേജോ അല്ലെങ്കിൽ ഒന്നും പഠിക്കാത്തവനോ അല്ലെങ്കിൽ ഒരു ആവറേജോ സ്റ്റുഡൻസ് ആയിരിക്കും. അല്ലെ എപ്പോഴെങ്കിലും എക്സാംസിന് 2 ദിവസം മുന്നേ എന്തെങ്കിലും നോക്കി പോകുന്ന അല്ലെങ്കിൽ തട്ടിമുട്ടി പാസ്സാവുന്ന ടീമായിരിക്കും. ഈ തട്ടിമുട്ടി പാസ്സായ ടീമാണെങ്കിലും പ്രശ്നമില്ല, ഇനി ഇവിടെ നിന്ന് അങ്ങ് ഉഷാറായാൽ മതി. ക്ലിയർ. ഇവിടുന്ന് അങ്ങ് ഉഷാറായാൽ മതി. നിങ്ങളുടെ പ്രീവിയസ് നോളജോ പ്രീവിയസ് ഡിഗ്രീസോ അല്ലെങ്കിൽ പ്രീവിയസ് മാർക്കോ ഒന്നും ഇവിടെ യാതൊരു മാറ്ററേ അല്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്. പുതിയ കാര്യം, പുതിയ ലൈഫ്, പുതിയ കോഴ്സ്, പുതിയ രീതിയിൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം, അത്രേ ഉള്ളൂ. ക്ലിയർ. യെസ്. സോ ഇവിടുന്ന് അങ്ങ് നിങ്ങൾ ഉഷാറായാൽ മതി. നിങ്ങളെ പ്രീവിയസ് കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇവിടുന്ന് നിങ്ങൾ ഒന്ന് അടിപൊളിയായിട്ട് പഠിച്ച് നമ്മൾ പറയുന്ന പോലെ തന്നെ നിങ്ങളതായിട്ടുള്ള രീതിയിലൊന്നും പഠിക്കണ്ട. എന്തെല്ലാം പഠിക്കണം, ഏതൊക്കെ നോട്ട്സ് എഴുതണം, ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ചെയ്യണം, എങ്ങനെ എക്സാം എഴുതണം, എല്ലാം നമ്മൾ കമ്മ്യൂണിക്കേറ്റഡ് ആണ്. എല്ലാം നമ്മൾ ഇതേപോലെ ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി. ഇതൊക്കെയാണ് നമ്മൾ ക്ലാസ്സസ് നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സ്. സോ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സപ്പോർട്ട്സ് ആണെങ്കിലും നമ്മൾ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് നമ്മളോടത് എന്ത് ചെയ്യാം, ചോദിക്കുന്നതിൽ യാതൊരു മടിയില്ല. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ നമുക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റുന്നതാണ്. ക്ലിയർ. സോ ഇതൊക്കെയാണ് നമ്മൾ ക്ലാസ്സസിൽ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സ്. ഓക്കെ. സോ മക്കളെ, ഇനി അടുത്തത് നിങ്ങൾ പാർട്ട് 1 പാസ്സായി, പാർട്ട് 1 പാസ്സായി, പാർട്ട് 2 പാസ്സായി. സോ നിങ്ങൾക്ക് ഇനി CMA സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണം. ഒരു കാര്യം ആദ്യമേ പറയാം, ഈ CMA സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടേ ജോബിന് പോകാൻ പറ്റുള്ളൂ, അങ്ങനെയല്ല. നിങ്ങൾ പാർട്ട് 1 പാസ്സായി, പാർട്ട് 2 പാസ്സായി, നിങ്ങൾക്ക് എന്തിനോട്ട് എൻ്റർ ചെയ്യാം, ജോബിലോട്ട് എൻ്റർ ചെയ്യാം. പാർട്ട് 1 പാസ്സായിട്ടേ ജോബിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ, പാർട്ട് 2 പാസ്സായിട്ടേ ജോബിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയല്ല. പാർട്ട് 1 പാസ്സായി, പാർട്ട് 2 പാസ്സായി, രണ്ടും പാസ്സായാൽ നിങ്ങൾക്ക് ജോബിലോട്ട് എൻ്റർ ചെയ്യാം. ക്ലിയർ. അതുപോലെ CMA സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടേ ജോബിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയല്ല. നിങ്ങൾക്ക് CMA സർട്ടിഫിക്കറ്റ് ജോബിലോട്ട് എൻ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് CMA സർട്ടിഫിക്കേഷൻ ആവശ്യമില്ല. സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു ഫ്രെയിം ചെയ്ത് നമ്മുടെ വീട്ടിന് മുന്നിലോ അല്ലെങ്കിൽ നമ്മുടെ ബാഗിലൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർട്ടിഫിക്കറ്റ്. ക്ലിയർ. ജോബിലോട്ട് എൻ്റർ ചെയ്യുന്നതും സർട്ടിഫിക്കറ്റ് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സർട്ടിഫിക്കേഷൻ കിട്ടാൻ എന്തെല്ലാം ചെയ്യണം അതും നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ A to Z കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഓക്കെ. നിങ്ങൾ സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ 3 കാര്യങ്ങളാണ് നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ടത്. ഒന്ന്, നിങ്ങൾ 2 എക്സാംസും പാസ്സാവണം. അതായത് പാർട്ട് 1 പാസ്സാവണം, പാർട്ട് 2 പാസ്സാവണം എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ഓക്കെ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്കൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അത് ഓൾറെഡി ഉള്ളവരാണെങ്കിൽ പ്രശ്നമില്ല, അത് മതി. ഇനി ഇല്ലാത്തവരാണെങ്കിൽ അത് നിങ്ങൾ 3 കൊല്ലം കൊണ്ട് നല്ല ഡിസ്റ്റൻസ് ആയിട്ടോ റെഗുലർ ആയിട്ടോ എങ്ങനെയായാലും പ്രശ്നമില്ല, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അച്ചീവിങ് ഡിഗ്രി ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ്. ഓക്കെ. അത് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളവരാണെങ്കിൽ അത് മതി. ഓക്കെ. അപ്പോൾ പ്രശ്നമില്ല. ഇല്ലാത്തവരാണെങ്കിൽ ഡിസ്റ്റൻസ് ആയിരുന്നു. ഞാനൊക്കെ ചെയ്തത് ഡിസ്റ്റൻസ് ആയിട്ടാണ് ഡിഗ്രി ചെയ്തത്. ക്ലിയർ. +2 കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കോഴ്സിലോട്ട് എൻ്റർ ചെയ്തത്. 1 വർഷം കൊണ്ട് അല്ലെങ്കിൽ 8 മന്ത് കൊണ്ട് CMA കംപ്ലീറ്റ് ആയി. 2 വർഷം കൂടി വെയിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടി. ആ 2 കൊല്ലത്തിൽ ഞാൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ ഒരു 3 കൊല്ലം കൊണ്ട് എനിക്ക് എന്ത് കിട്ടി, CMA സർട്ടിഫിക്കറ്റ് കിട്ടി. ക്ലിയർ. യെസ്. സോ ഇനി അത് വേണം. ഞാനിപ്പോൾ അടുത്തത് വേണ്ടതാണ് 2 ഇയർ എക്സ്പീരിയൻസ്. 2 ഇയർ എക്സ്പീരിയൻസ്, 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് വേണം. ഈ 2 ഇയർ എക്സ്പീരിയൻസ് വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനികളിൽ മതി. ഇന്ത്യൻ കമ്പനി ആയാലോ അബ്രോഡ് കമ്പനി ആയാലോ എവിടെ നമ്മുടെ നാട്ടിലുള്ള കമ്പനിയൊക്കെ ആയാലും മതി. രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനി, അതിലൊരു ഫിനാൻസ് സെക്ടറിലോ അതായത് ഒരു മാനേജ്മെന്റ് സെക്ടറിലോ വർക്ക് ചെയ്താൽ മതി. ക്ലിയർ. ഒരു ഫിനാൻസിലോ അല്ലെങ്കിൽ മാനേജ്മെന്റ് സെക്ടറിലോ. ക്ലിയർ. അതായത് അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നതോ അക്കൗണ്ട്സ് ഓഫ് ഫിനാൻസ്, അതായത് മീൻസ് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് അക്കൗണ്ടിങ്ങോ ഫിനാൻസോ ഒക്കെ വർക്ക് ചെയ്താൽ മതി. ക്ലിയർ. യെസ്. അപ്പോൾ അതൊന്നും വലിയ സംഭവമൊന്നുമില്ല. അതൊക്കെ എന്നോട് ചോദിച്ചാൽ ആ സമയത്ത് തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് തരും. മനസ്സിലായ? അതിലൊന്നും യാതൊരു ബുദ്ധിമുട്ട് അടിക്കേണ്ട. അതൊന്നും വലിയ ഇതിൽ പാസ്സാവുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ഇതൊന്നും വലിയ സംഭവമൊന്നുമില്ല. ക്ലിയർ. സോ ഓൾറെഡി അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ അതായാലും മതി. ഈ കണ്ടിന്യൂസ് 2 ഇയർ തന്നെ വേണമെന്നില്ല. 1 ഇയർ കഴിഞ്ഞു, പിന്നെ 3-4 കൊല്ലം കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ആയാലും ഒന്നും പ്രശ്നമില്ല. ആകെ 2 കൊല്ലത്തെ എക്സ്പീരിയൻസ്. അത് നിങ്ങൾ എക്സാം എഴുതുന്നതിന് മുന്നേ എക്സാം എഴുതി കഴിഞ്ഞിട്ടോ എപ്പോഴായാലും ഒരു പ്രശ്നവുമില്ല. ക്ലിയർ. ഇതാണ് 3 കാര്യങ്ങൾ. അപ്പോൾ ഓൾറെഡി ചില ആളുകൾക്ക് ചിലപ്പോൾ 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടാകും, ഡിഗ്രി ഉണ്ടാകും. അപ്പോൾ പിന്നെ എക്സാം പാസ്സായ ഉടനെ തന്നെ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുക. സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്നത് ജോബും തമ്മിൽ ബന്ധമില്ല. ജോബിന് കയറാൻ CMA കംപ്ലീറ്റ് ആയ ജോബിന് കയറാം. ഇത് നമുക്ക് ജസ്റ്റ് സർട്ടിഫിക്കറ്റ് ആയിട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് സർട്ടിഫിക്കേഷൻ. ഓക്കെ. യെസ്. ഇനി ഇതാണ് കാര്യങ്ങൾ. ഇനി ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ +2 ജസ്റ്റ് കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് 1 വർഷം കൊണ്ട് CMA പാസ്സാവുക, ഡിഗ്രി പാരലായിട്ട് ഡിഗ്രി ചെയ്യുക. 3 കൊല്ലം കൊണ്ട് എന്താവും, CMA മീൻസ് ഡിഗ്രി കിട്ടും. ആ ഡിഗ്രി കിട്ടുമ്പോൾ ആ 2 ഇയർ ഗ്യാപ്പിൽ എക്സ്പീരിയൻസ് പോകും. ഞാനൊക്കെ അങ്ങനെ ചെയ്തത്. എങ്ങനെ, +2 കഴിഞ്ഞ് CMA ചെയ്തു, വിത്തിൻ 1 ഇയർ കൊണ്ട് പാസ്സായി. പിന്നെ അപ്പം തന്നെ ജോബിന് കയറി.
2 കൊല്ലം നമ്മൾ എന്താക്കി എക്സ്പീരിയൻസ് അല്ലേ ഉണ്ടാക്കി. അപ്പോൾ 3 കൊല്ലം ടോട്ടൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് 3 കൊല്ലത്തിൽ എനിക്ക് CMA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ 2 കൊല്ലത്തെ എക്സ്പീരിയൻസും ഉണ്ടാക്കാൻ പറ്റി. അതേപോലെ തന്നെ ഡിഗ്രിയും എനിക്ക് പാരലായിട്ട് ഡിഗ്രിയും കിട്ടിയ 3 കൊല്ലം കൊണ്ട് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തു. ക്ലിയർ? യെസ്. അതേപോലെ നിങ്ങൾക്കും ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ക്ലിയർ? ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിലും സർട്ടിഫിക്കറ്റ് 3 കൊല്ലം എടുക്കും. കാരണം എന്താ, സർട്ടിഫിക്കറ്റ് കിട്ടുന്നതും ജോബും തമ്മിൽ ബന്ധമില്ല. ജസ്റ്റ് എല്ലാ കോഴ്സുകൾക്കും ഉണ്ട്. ഇപ്പോൾ SSC ആവട്ടെ മറ്റുള്ള കോഴ്സുകൾക്കൊക്കെ സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഇത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് മസ്റ്റാണ്. ക്ലിയർ? അത് ജസ്റ്റ് സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ പാസ്സായെന്നും നിങ്ങൾ കംപ്ലീറ്റ് ആയെന്നുള്ള മെയിലൊക്കെ നിങ്ങൾ പാസ്സായി ഉടനെ തന്നെ നിങ്ങളുടെ മെയിലോട്ട് വരും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ജോബിലോട്ട് കയറുക. ക്ലിയർ? സർട്ടിഫിക്കറ്റ് ജസ്റ്റ് നമുക്ക് ഫ്രെയിം ചെയ്ത് വെക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, യെസ്. സോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്ക് 1 വർഷം കൊണ്ട് CMA കംപ്ലീറ്റ് ആവും. പിന്നെ 2 കൊല്ലത്തെ എക്സ്പീരിയൻസ്. അപ്പോൾ എത്രയായി? 3 കൊല്ലമായി. ആ 3 കൊല്ലം കൊണ്ട് പ്ലസ് ടു കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ പാരലായിട്ട് ഡിഗ്രി എടുക്കുക എന്നുള്ളതാണ്. ക്ലിയർ? യെസ്. ഇനി ഓൾറെഡി എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള വർക്ക് ചെയ്യുന്ന നമ്മുടെ ക്ലാസ്സസ് കൂടുതൽ അങ്ങനെ ആളുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. ക്ലിയർ? വർക്ക് ചെയ്യുന്ന വർക്കിംഗ് പ്രൊഫഷണൽസ് അവർക്ക് ഓൾറെഡി ചിലപ്പോൾ ഡിഗ്രിയും ഉണ്ടാവും എക്സ്പീരിയൻസും ഉണ്ടാകും. അപ്പോൾ പിന്നെ പാസ്സായിട്ട് ജസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലൈ അത്രയേ ഉള്ളൂ. ക്ലിയർ? അപ്പോൾ അതൊക്കെ നമുക്ക് ഈ സർട്ടിഫിക്കേഷൻ പ്രോസസ് ഒക്കെ നമ്മൾ തന്നെ ഹെൽപ്പ് ചെയ്യും. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ യാതൊരു പേടിയും പേടിക്കേണ്ട. പറയുമ്പോൾ എങ്ങനെ 3 കാര്യങ്ങൾ ഉണ്ടെന്ന് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ക്ലിയർ? യെസ്. സോ മക്കളെ, അടുത്തത് ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യമാണ്. നിങ്ങൾ CMA കംപ്ലീറ്റഡ് ആയി, പാർട്ട് 1ഉം കംപ്ലീറ്റഡ് ആയി, പാർട്ട് 2ഉം കംപ്ലീറ്റഡ് ആയി. സോ എന്തെല്ലാം ടൈപ്സ് ഓഫ് ജോബിലാണ് നിങ്ങൾക്ക് കിട്ടുക, അല്ലെങ്കിൽ എന്തെല്ലാം ടൈപ്പ് ഓഫ് ജോബിലോട്ടാണ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ? ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ എല്ലാ പൊസിഷൻസും നിങ്ങൾക്ക് അവൈലബിൾ. എന്തെല്ലാം ടൈപ്സ് ഓഫ് ജോബ് നോക്കി, ഫിനാൻസ് മാനേജർ ആവട്ടെ, സീനിയർ മാനേജർ, ഫിനാൻഷ്യൽ കൺട്രോളർ, ഫിനാൻഷ്യൽ ഒരുപാടുണ്ട്. ക്ലിയർ? HR മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, അതുപോലെ തന്നെ സെയിൽസ് മാനേജർ, പർച്ചേസ് മാനേജർ, CFO, CEO, അതുപോലെ തന്നെ ഫിനാൻസ് മാനേജർ, അല്ലെ, അക്കൗണ്ടിങ് മാനേജർ, ഇങ്ങനെ ഒരുപാടുണ്ട്. സോ ഞാൻ പറഞ്ഞ CMA എന്ന് വെച്ചാൽ മാനേജ്മെന്റ് ടൈപ്പ് ഓഫ് ജോബാണ്. മാനേജ്മെന്റ് ടൈപ്പ് ഓഫ് ജോബ്. ക്ലിയർ? ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ ആരാ? ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാ? ഓണേഴ്സ്. ഈ ഓണേഴ്സ് അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? മാനേജേഴ്സ്. ഈ മാനേജേഴ്സ് അല്ലെ വർക്ക് ചെയ്യിപ്പിക്കാൻ എടുക്കുന്ന ആളുകളെയാണ് എന്ത് വിളിക്കുക? എംപ്ലോയീസ്. ക്ലിയർ? സോ നമുക്കൊരു മാനേജ്മെന്റ് ടൈപ്പ് ഓഫ് ജോബിലോട്ടാണ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുക. ക്ലിയർ? യെസ്. അപ്പോൾ തന്നെ നമ്മുടെ അപ്പോൾ നിങ്ങൾ സാർ ആദ്യമേ ഒരു കോഴ്സ് CMA കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ടോപ്പ് മോസ്റ്റ് CFO CEO ലെവലിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. ക്ലിയർ? ഈ CEO CFO എന്നൊക്കെ പറഞ്ഞൊരു കമ്പനിയുടെ ടോപ്പ് മോസ്റ്റ് പൊസിഷനാണ്. ക്ലിയർ? അവിടേക്കൊക്കെ എത്തണമെങ്കിൽ മിനിമം 2-3 ഇയേഴ്സ് എക്സ്പീരിയൻസ് മസ്റ്റ് ആണ്. ക്ലിയർ? ഇപ്പം നിങ്ങൾ ഒരു ഡോക്ടർ MBBS ജസ്റ്റ് പഠിച്ചിറങ്ങി, പിറ്റേ ദിവസം തന്നെ ഓൻ ഹാർട്ട് സർജറി അല്ലെങ്കിൽ സർജറി ചെയ്യോ? ഇല്ല. അവനൊരു അല്ലേ 2-3 കൊല്ലം 4 കൊല്ലം എക്സ്പീരിയൻസ് ആകുമ്പോഴാണ് സർജറി ലെവലിലൊക്കെ മാറുക. ക്ലിയർ? അതേപോലെ തന്നെയാണ് ഇവിടെയും. ഒരു കമ്പനി എന്ന് വെച്ചാൽ അതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഒരുപാട് ഫണ്ടിലെ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുന്ന അല്ലെങ്കിൽ കാര്യങ്ങളാണ് കമ്പനീസ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ CMA പാർട്ട് 1 പാർട്ട് 2 ക്ലിയർ ചെയ്തിട്ട് 1-2 കൊല്ലം ഞാൻ എക്സ്പീരിയൻസ് പറഞ്ഞല്ലോ, അത് നമ്മൾ ഒരു ജൂനിയർ മാനേജ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ജൂനിയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ലെവലോ അല്ലെങ്കിൽ ആ ഒരു ചെറിയ മാനേജ്മെന്റ് ടൈപ്പ് ഓഫ് ജോബ്. പക്ഷേ നമുക്ക് സാലറി എന്തായാലും കിട്ടും. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ സാലറി എത്ര കിട്ടും? നമ്മുടെ സ്റ്റുഡൻസിന് സാലറി നമ്മൾ ഒരുപാട് ബാച്ചസിൽ ഒരുപാട് സ്റ്റുഡൻസ് പാസ്സായി പോയിട്ടുണ്ട്. ക്ലിയർ? സോ അവരൊക്കെ പല കമ്പനികളിലും പല സെക്ടറിലും വർക്ക് ചെയ്യുന്നുണ്ട്. ക്ലിയർ? അപ്പം നമുക്ക് എക്സ്പീരിയൻസ് പല സാലറി കിട്ടുന്നവരുണ്ട്, ഹൈ സാലറി കിട്ടിയവർക്ക് ഒരുപാട് പേരുണ്ട്. പക്ഷേ ഒരു മിനിമം സാലറി എന്നുള്ള ലെവലിൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഒരു 50,000, ഒരു 50,000 രൂപയ്ക്കാണ് അല്ലെങ്കിൽ 40-50 രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ് ഒരു മിനിമം സാലറി ആയിട്ട് പെർ മന്ത് വരാറുള്ളത്. അത് ഈ സ്റ്റാർട്ടിങ് തന്നെ കേട്ടോ. അബ്രോഡൊക്കെ ആണെങ്കിൽ നിയർലി 1 lakh, ഒരു 1 lakhിൻ്റെ അടുത്തൊക്കെയാണ് മിനിമം സാലറി ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ കിട്ടിപ്പോരാറുള്ളത്. ഓക്കെ, ഇതൊരു മിനിമം സാലറിയാണ്. ഇതിനേക്കാൾ കൂടുതൽ സാലറി കിട്ടുന്നതുണ്ട്. പിന്നെ സാലറി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്സ്പീരിയൻസും അതുപോലെ നിങ്ങളുടെ പെർഫോമൻസും നിങ്ങൾ കയറുന്ന കമ്പനിയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി ഇതൊരു മിനിമം സാലറിയാണ്. ഇത് നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന സാലറിയാണ്. ക്ലിയർ? സോ നമുക്ക് നിങ്ങളുടെ ജോബിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഒരുപാട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഈവൻ ഞാനാണെങ്കിലും നമ്മളാണെങ്കിലും ഒരുപാട് കാലങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ളതാണ്. സോ നമുക്ക് നിങ്ങളെ ഏത് തരത്തിലാണ് ഞങ്ങൾക്ക് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് ഒരുപാട് ബാച്ചസ് നിന്ന് ഒരുപാട് കാലങ്ങളായിട്ട് പാസ്സായിട്ട് പല കമ്പനികളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ അവരുടെ കമ്പനിയിൽ എന്തെങ്കിലും ഓപ്പണിങ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കൻസീസ് ഉണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് നമ്മളെ വിളിക്കാറുണ്ട്. സാറേ ഇങ്ങനെ വാക്കൻസി ഉണ്ട്, സാറിൻ്റെ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ സാറൊന്ന് റെഫർ ചെയ്യുമോ അല്ലെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറയുന്നുള്ള ലെവലിൽ നമ്മളോട് പറയാറുണ്ട്. സോ നമുക്ക് അവരെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു കാര്യത്തിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ യാതൊരു ഡൗട്ടും അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 100% പ്ലേസ്മെന്റ് എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം നിങ്ങൾക്ക് തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മെയിലിൽ തന്നെ വരും, നിങ്ങൾക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഇനി നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിലും നമുക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ പറഞ്ഞ പൊസിഷനിലൊക്കെ നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ക്ലിയർ? യെസ്. സോ ഇതാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. തന്നെ പല ടൈപ്പ് ഓഫ് ജോബുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ചെറിയൊരു കമ്പനിയിൽ ചെറിയൊരു രീതിയിലല്ല. MNC എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താ MNC?
മൾട്ടിനാഷണൽ കമ്പനീസ് ഇതുപോലത്തെ വലിയ കമ്പനികളിൽ തൗസൻഡ്സ് ഓഫ് എംപ്ലോയീസ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള ഒരുപാട് മില്യൺസ് ഓഫ് ട്രില്യൺസ് ഓഫ് ബിസിനസ്സുകൾ നടക്കുന്ന കമ്പനീസ് ഉണ്ട്. ക്ലിയർ? അങ്ങനത്തെ കമ്പനികൾ ഒരുപാട് മാനേജ്മെന്റ് സെക്ടറുകൾ ഉണ്ടാവും, ഒരുപാട് മാനേജ്മെന്റ് പോസ്റ്റുകൾ ഉണ്ടാകും. സോ ഇതിലോട്ടൊക്കെയാണ് നമ്മൾ പ്ലേസ്ഡ് ആവുക. നിങ്ങൾ വലിയ വലിയ കമ്പനീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ഇതൊക്കെ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആവുന്ന അല്ലെങ്കിൽ പ്ലേസ്ഡ് ആവുന്ന തരത്തിലുള്ള കമ്പനീസാണ്. അതൊക്കെ നിങ്ങൾ നോക്കിക്കേ നമ്മുടെ അല്ലെ KPMG പോലത്തെ, ഡിലോയിറ്റ് പോലത്തെ, EY പോലത്തെ, അല്ലെ ആമസോൺ പോലത്തെ, ഇങ്ങനത്തെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ക്ലിയർ? സോ ഇവിടെയൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഈ പറഞ്ഞ കമ്പനികളിലൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് വർക്ക് ചെയ്യാറുണ്ട്. സോ നമുക്ക് നിങ്ങളുടെ ജോബിന്റെ കാര്യത്തിൽ 100% ആയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെയൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ ഒരുപാട് കാലം, നമ്മൾ 2018 മുതൽ നമ്മൾ ടീച്ചിങ്ങിലുള്ളതാണ്. സോ ഓരോ ഇയറിൽ അറൗണ്ട് ഒരു 1000 എബവ് സ്റ്റുഡൻസിന് നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നതാണ്. സോ അവരൊക്കെ പല ആളുകളും ഏകദേശം എല്ലാവരും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് ഏറെക്കുറെ ആളുകളും പാസ്സായിട്ട് പല കമ്പനികളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ക്ലിയർ? സോ അതുകൊണ്ട് തന്നെ അവരെ കമ്പനീസിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവർ നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാറുണ്ട്. നമുക്ക് സ്റ്റുഡൻസിനെ ഡയറക്റ്റ് നമ്മൾ റിക്രൂട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ഈ പറഞ്ഞ എല്ലാ കമ്പനികളിലും. സോ അതിന്റെ കാര്യത്തിൽ യാതൊരു ഡൗട്ടും അടിക്കേണ്ട ആവശ്യമില്ല മക്കളെ. എങ്ങനെയെങ്കിലും അടിപൊളിയായിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് പാസ്സാവാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ബാക്കി കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ യാതൊരു ഡൗട്ടും അടിക്കേണ്ട ആവശ്യം ഇല്ല. ഈ പറഞ്ഞ കമ്പനികളെല്ലാം ജസ്റ്റ് നമ്മുടെ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്ന കുറച്ച് കമ്പനികൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചെന്നേ ഉള്ളൂ. വേറെ ഒരുപാട് കമ്പനികൾ സ്റ്റുഡൻസ് ഇന്ത്യക്ക് പുറത്തും അബ്രോഡും കേരളത്തിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങളെ ആ കാര്യത്തിൽ എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏറെക്കുറെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. സോ എനിവേ മക്കളെ, ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ നല്ല അടിപൊളിയായിട്ട് ചെയ്യുക. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഇത്രയും കാലം നമ്മൾ പഠിച്ചു, ഇത്രയും +2 വരെ അല്ലെങ്കിൽ ഡിഗ്രി വരെ അല്ലെങ്കിൽ PG വരെയൊക്കെ നമ്മൾ പഠിച്ചു. ഇത് നമ്മുടെ ഫൈനലാണ്. ക്ലിയർ? ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാൻ ഒരു ഫൈനലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ്, നമ്മൾ ഒരുപാട് ലീഗ് മത്സരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സ്റ്റെപ്പ് ഫോളോ ചെയ്ത് ഫൈനലിൽ എത്തിയിട്ട് നമ്മൾ ഫൈനലിൽ ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് നോക്കുക. ഇതേപോലെ തന്നെയാണ് ഇതൊരു ഫൈനലാണ്. കാരണം ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഫൈനലി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന കോഴ്സ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നമ്മുടെ ഫർദർ അങ്ങോട്ട് ഫ്യൂച്ചർ കാര്യങ്ങൾ. സോ അത് നല്ലൊരു കോഴ്സ് എടുത്ത് അല്ലേ, നല്ല രീതിയിൽ പഠിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാണ് നമ്മൾ നോക്കേണ്ടത്. സോ നമ്മുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ട്സും നമ്മൾ ഗ്യാരണ്ടീഡ് ആണ്. ക്ലിയർ? ഇനി പ്ലേസ്മെൻറ്റ്സിലാവട്ടെ, ക്ലാസ്സിൻ്റെ കാര്യത്തിലാവട്ടെ, നിങ്ങളുടെ എക്സാംസിൻ്റെ കാര്യത്തിലാവട്ടെ, സർട്ടിഫിക്കേഷൻ പ്രോസസ്സ് ആവട്ടെ, ഇതൊന്നും യാതൊരു ടെൻഷനും നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ബെസ്റ്റായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വളരെ എളുപ്പമാണ്, വളരെ ഈസിയാണ്. ജോയിൻ ചെയ്തോളൂ, പാസ്സായിക്കോളൂ എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നിങ്ങൾ വർക്ക് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ നിങ്ങളെ പാസ്സാക്കും ഞങ്ങൾ ഗ്യാരണ്ടി തരാം. ക്ലിയർ? വർക്ക് ചെയ്യാൻ വില്ലിങ് ആണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, പട്ടിപ്പണി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അല്ലെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ 24 hours ഇരുന്ന് പഠിക്കൊന്നും വേണ്ട. ഡെയിലി ഒരു 2-3 hours അല്ലെങ്കിൽ ഡെയിലി 2-3 മണിക്കൂർ ഇതിലോട്ട് മാറ്റി വെക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ കോഴ്സ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ അത് നമ്മൾ മാറ്റി വെക്കാൻ നമ്മൾ വില്ലിങ് ആവണം. കാരണം എന്താണെന്ന് പറയാം, നമ്മൾ ഒരുപാട് 5 കൊല്ലം 10 കൊല്ലം ഒന്നും നമ്മൾ എഫോർട്ട് ഇടണ്ടല്ലോ. ലെസ് ദാൻ 1 year അല്ലേ. സോ ഈ ലെസ് ദാൻ 1 year കുറച്ചൊന്ന് സാക്രിഫൈസ് ചെയ്താലും ഫ്യൂച്ചർ ലൈഫിന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ക്ലിയർ? സോ അതൊന്ന് മനസ്സിലാക്കിയിട്ട് മക്കളെ നല്ല രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ എല്ലാ രീതിയിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ നല്ല രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ പ്ലാൻ ആക്കുക. സോ എന്തെങ്കിലും ഡൗട്ട്സ്, നമ്മളിപ്പോൾ ഒരു കോഴ്സിനെ കുറിച്ച് പറഞ്ഞില്ല, എക്സാംസിനെ കുറിച്ചും സിലബസിനെ കുറിച്ചും ജോബിനെ കുറിച്ചും നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ ഏറെക്കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്യുക, നമുക്കത് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. എന്തായാലും എല്ലാം അറിഞ്ഞിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ക്ലാസ്സസ് പഠിച്ചു തുടങ്ങുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കുക. സോ ഓൾ ദ വെരി ബെസ്റ്റ്. സോ ഗുഡ് ലക്ക്.